റെഡി? ഓക്കെ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ചോദ്യം ആർക്ക് ചോദിക്കണം? ആരാണ് റെഡി? ലുക്സ് ഫിൽഡ്. ക്ലാസ് ലുക്സ് ഫിൽഡ്. ഓക്കെ, ഹു വാണ്ട് ടു ആസ്ക്? വേഗം. ഇന്ററാക്ഷൻസ് ആണ്, ഇറ്റ്സ് നോട്ട് ക്ലാസ്. അല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ പറയും, പോവും. ദർ ഇസ് നോ പർപ്പസ്. ടെൽ മീ. ഡോണ്ട് വേസ്റ്റ് ടൈം. ഓരോ റെക്കോർഡിങ്ങും ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ അതിനകത്ത് അത്രയും സമയം മനക്കെടേണ്ടി വരും. സോ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഈസ് മസ്റ്റ്. എന്ത് വേണമെങ്കിലും ചോദിക്കാം, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. കം, ദീസ് ആർ ഓൾ ഓപ്ഷൻസ് ഫോർ യു. നിങ്ങൾ പഠിക്കും സ്റ്റേജിൽ വരാൻ, സംസാരിക്കാൻ. ആ ഭയമൊക്കെ മാറും. ദാറ്റ്സ് വൈ ഐ വാണ്ട് ടു ബി ഇൻഫോർമൽ. വളരെ ഇൻഫോർമൽ ആയിട്ടാണ്. നീ എന്തിനാ ഈ തൂക്കിയിട്ടൊക്കെ ഇതിനകത്ത് വല്ല ബോംബുണ്ടോ? You should keep it there and come. Yeah, come. How to develop consistency? ദിവസം ഒരു ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തില്ലേ? എന്നുവെച്ചാൽ രാവിലെ എഴുന്നേക്കണം, അല്ല എഴുന്നേക്കണ്ടെന്നാണോ? ഇപ്പൊ ഹാബിറ്റ് 10 മണിക്ക് എഴുന്നേക്കുന്നതാണ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് 10 മണിക്ക് തന്നെ എഴുന്നേക്കണം. എനിക്ക് മാറാണ്ടിരിക്കണം എന്നാണോ ആഗ്രഹം? മാറണം എന്നാണോ? അതല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കാര്യം ചെയ്യത്തില്ലേ? അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഡോക്ടർ ടീച്ചേഴ്സിന്റെ ക്ലാസ് കേൾക്കാൻ നോക്കാം. പക്ഷെ നടക്കില്ല. ലൈക്ക് ഒരു ചെറിയ ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ട്രാക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ ഒരേ കാര്യമല്ലോ ഇപ്പൊ എക്സാമിന്റെ സമയത്ത് ചെയ്യുന്നതാവില്ലല്ലോ ഹോളിഡേസിന്റെ സമയം ചെയ്യും. അപ്പൊ ഒരേ സിസ്റ്റത്തിൽ പോകണമെന്നല്ല. യു ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ പ്ലാൻ ബട്ട് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. അല്ലേ? ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. My name is Shishira. No, that's a wrong English. I am. My name is എന്നൊക്കെ പണ്ട് ഈ കോൺവെന്റുകാർ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷാണ്. അതിൻ്റെയൊക്കെ കാലം പോയി. അത് ബ്രിട്ടീഷ് സ്റ്റൈലാണ്. എന്ത് സ്റ്റൈലാണ്? ബ്രിട്ടീഷുകാരൊക്കെ പണ്ട് വളരെ പദവിയിലുണ്ടായിരുന്ന കാലത്ത് പഠിപ്പിച്ച ഇംഗ്ലീഷ് ഇപ്പൊ വർക്ക് ചെയ്യില്ല. ഇപ്പൊ ഏത് സ്റ്റൈലാണ്? അമേരിക്കൻ സ്റ്റൈലാണ്. അപ്പൊ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞാൽ ഒട്ടനെ എനിക്ക് മനസ്സിലാവും ഏതോ കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിച്ച ആൾക്കാരുടെ താവഴിയിലുള്ളവരാണ്. സോ ഇറ്റ് ഡസന്റ് വർക്ക്. അമേരിക്കയിൽ ജോലി കിട്ടുന്നില്ല. ഐ ആം എന്ന് പറയുമ്പോൾ ദേ വിൽ സീ ദറ്റ്, ഓ ദിസ് ഇംഗ്ലീഷ് ഈസ് ഗുഡ്. ബ്രിട്ടനിൽ പോലും ലണ്ടനിൽ പോലും ആൾക്കാർക്ക് വാടകയ്ക്ക് വീട് കൊടുക്കുമ്പോൾ പോലും അവരുപയോഗിക്കുന്ന ഇംഗ്ലീഷ് സ്റ്റൈൽ നോക്കിയിട്ടാണ് വാടക കൊടുക്കുക. ലിറ്റിൽ ലോ നോട്ട് ഗിവ്. ഇപ്പൊ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൈല് വളരെ കൃത്യമായിട്ടുണ്ടാകും. സോ നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളൊക്കെ പഠിപ്പിച്ച ടീച്ചർമാരുടെ കുറ്റമാണ്. നമ്മുടെ LKG UKGയുടെ കുഴപ്പമാണ്. LKG UKGയിലല്ലേ ആദ്യം പഠിപ്പിക്കുക? എന്ത്? മൈ നെയിം ഈസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കില്ലേ? യെസ് ഓർ നോ? ദാറ്റ്സ് റോങ്. ഓക്കെ, ഐ ആം ഈസ് ബെസ്റ്റ്. റോങ് ആന്ന് പറയാൻ പറ്റില്ല, കൊള്ളില്ല. അപ്പൊ കൺസിസ്റ്റന്റ് ആവണോ എന്നാണ് ചോദ്യം. എന്താ പേര്? ശിശിര. എവിടുന്നാ വരണേ? തിരുവനന്തപുരം. ഞാൻ ഇയാളുടെ സ്കൂളിൽ പോയിരുന്നു. ഞങ്ങളുടെ കൂടെ ഒരു 10 ദിവസത്തെ ക്യാമ്പ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ചിന്മയ അവളുടെ സ്കൂളിൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് അവളുടെ ഒരു ഇനീഷ്യേറ്റീവ്, അവളുടെ അമ്മയുടെ ഇനീഷ്യേറ്റീവാണ്. ചിന്മയ സ്കൂൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹെർ ആൻഡ് ഹെർ മദർ. ഓ, അയാളുടെ അമ്മയുടെ ബ്രദറാണ് എന്നെ ആദ്യം പരിചയപ്പെട്ടത്. ഈ വസിയർ. മനസ്സിലാവുന്നുണ്ടോ എന്തിനാ പറയാൻ കാരണം? സോ യു ഷുഡ് ടേക്ക് ദറ്റ് ഇനീഷ്യേറ്റീവ്. അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. നമ്മൾ കൺസിസ്റ്റന്റ് ആവണോ അല്ല, വി ഷുഡ് ഡു ഓൾവേസ് ആസ് ബെസ്റ്റ് ആസ് വി ക്യാൻ. കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ റെഗുലർ ടൈം ടേബിൾ വെച്ചിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ആവണമെന്നില്ല. എല്ലാ ദിവസവും ഒരേ സമയത്ത് എഴുന്നേക്കുക, എന്നിട്ട് 2 മണിക്കൂർ കണ്ണടച്ചിരിക്കുക, എന്നിട്ട് 1 മണിക്കൂർ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ഇത് ചെയ്യാൻ പറ്റുമോ? അതാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനേക്കാളും നല്ല പണി കിട്ടുമ്പോൾ അത് മതിയാകും. ഇപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് ചെയ്യുന്ന സംഭവം ആയിരിക്കില്ല ചിലപ്പോൾ. ഇപ്പൊ ക്യാമ്പിന് ഒരു 10 ദിവസം ക്യാമ്പിന് വരുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് എന്തുപോലെ ആവില്ല, എല്ലാ ദിവസവും വീട്ടിൽ ചെയ്യുന്ന പോലെ ആവണമെന്നില്ലല്ലോ. അപ്പൊ കൺസിസ്റ്റന്റ് അല്ല ആവേണ്ടത്. ഹൗ ഡു വി മേക്ക് അവർ ടൈം? 24 മണിക്കൂറുണ്ട്. എത്ര സമയമുണ്ട്?
യു ഡ്രോ വൺ ജാർ. ഒരു ജാറ് വരയ്ക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എന്ന് വിചാരിക്കുക. ഈ ഒരു ഗ്ലാസ് ആണ്. ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യണം? ടെന്നീസ് ബോൾ ഇല്ലേ? ടെന്നീസ് ബോൾ അറിയില്ലേ? എത്ര ടെന്നീസ് ബോൾ കൊള്ളു ഇതിനകത്ത്? 1, 2, 3, 4, 5 എണ്ണം മാക്സിമം. അത്രയല്ലേ ഉള്ളൂ? കൊള്ളോ? ആ, ടേബിൾ ടെന്നീസ് 2 3 കൊള്ളുന്ന ഇരിക്കാം. സോ 1 2, ചിലപ്പോൾ 2 ആയിരിക്കും, 3 ആയിരിക്കും. ഫിൽ ഇറ്റ്. ഇതാണ് നമ്മുടെ മേജർ ഗോൾസ്, മേജർ ആക്ടിവിറ്റി. അത് ഒരു വലിയൊരു ആക്ടിവിറ്റി, 2 വലിയൊരു ആക്ടിവിറ്റി, 3 വലിയൊരു ആക്ടിവിറ്റി വരെ ഇത് നിറയ്ക്കും. അറിഞ്ഞോ? അതിനിടയിൽ എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ഗോട്ടി പോലെയുള്ള സാധനം ഉണ്ടല്ലോ, അത് എത്ര ഇടാൻ പറ്റും? ഒരു 5 എണ്ണോ 6 എണ്ണോ ഇടാൻ പറ്റും. അത് അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് കുളിക്കാൻ സമയം, സ്ഥലം കണ്ടെത്തും. അറിഞ്ഞോ? ചെറിയ മുത്തുകളില്ലേ മാലയൊക്കെ കോർക്കണേ, ആ മുത്തുകൾ അതിനിട്ടാലോ അതിൻ്റെ ഇടയിലൊക്കെ പോയി നിൽക്കും. നിറഞ്ഞോ? അത് കഴിഞ്ഞ് എനിക്ക് സാൻഡ് ഇട്ടാലോ? നിറഞ്ഞു. നിറഞ്ഞോ? അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചാലോ? ആ വെള്ളവും കുറച്ചൊക്കെ അതിനിടയിലൊക്കെ പോകാൻ പറ്റും. പറ്റില്ലേ? നമ്മുടെ 24 മണിക്കൂർ ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക. 24 hours നമുക്കും ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യക്കും ഉണ്ട്. ഇല്ലേ? നമ്മളാണോ ബിസി? പ്രൈം മിനിസ്റ്റർ ആണോ? അയാൾ ചെയ്യുന്ന അത്രയും കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഓരോ ദിവസവും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇന്നിവിടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ഈ സമയത്ത്? നിങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരൊക്കെ എന്താണ് ചെയ്തിട്ടുണ്ടാവുക? യു ഫൈൻഡ് ലോട്ട് ഓഫ് ടൈം ഈസ് വേസ്റ്റഡ്. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം എന്ന് ആഗ്രഹം? ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച പണി എന്താ? രാവിലെ എഴുന്നേക്കാനുള്ളതല്ലേ? അച്ഛനും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഏറ്റവും കൂടുതൽ കളവ് പറയുന്ന ഒരാളാരാന്ന് നിങ്ങളുടെ വീട്ടില്? അമ്മയാണ്. പാരന്റ്സിൽ അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ. അമ്മയെ കളവ് പറയിപ്പിക്കുന്ന ആരാന്നറിയോ? നിങ്ങളാണ്. അമ്മ രാവിലെ 7 മണിക്ക് പറയും, അല്ലെങ്കിൽ 6 മണിക്ക് പറയും, മോളെ 8 മണിയായി എഴുന്നേക്കെന്ന് പറയും. സമയം എത്രയായിട്ടുണ്ടാവുള്ളൂ? 6 മണി. എന്താ കാരണം? 6 മണിക്ക് എഴുന്നേക്കില്ല. 6 മണിയായി എഴുന്നേക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേക്കുമോ? അപ്പൊ എന്ത് പറയും അമ്മ? 7 മണിയായി എന്ന് പറയും. ആരാ കളവ് പറയിപ്പിക്കണത്? ആ സമയത്ത് നിങ്ങളുടെ അടുത്ത അയൽവാസി ഓട്ടോറിക്ഷ ഡ്രൈവർ 3 ട്രിപ്പ് ഓട്ടോറിക്ഷ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പാൽക്കാരൻ പാല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പത്രക്കാരൻ ആ പണി ചെയ്തിട്ടുണ്ടാവും. ബസ് ഡ്രൈവർ പണി തുടങ്ങിയിട്ടുണ്ടാവും. കണ്ടക്ടർ പണി തുടങ്ങിയിട്ടുണ്ടാവും. 10ാം ക്ലാസ് പഠിക്കണം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉറക്കം നടിച്ച് വെറുതെ കിടക്കും. ശരിയാണോ അല്ലയോ? എല്ലാരും കൈവക്ക്, എന്നിട്ട് തലയിലൊക്കെ എന്റെ ജന്മം ഇങ്ങനെ പാഴായി പോയല്ലോ. പറയണോ വേണ്ടിയോ? യെസ്, ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെ മക്കളാണ്. അപ്പൊ ഈ ഒരു ക്യാമ്പ് ഇന്നത്തെ ഒരു ദിവസം വലിയ മാറ്റമുണ്ടാക്കി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിനെങ്കിലും തോന്നിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? നാളെ കാലത്ത് വീട്ടിലെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഴുന്നേൽക്കണം. പറ്റുമോ? ഒരു കോമ്പറ്റീഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഫൈൻ. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും ഞാൻ വിളിക്കാൻ രാവിലെ. ഓക്കെ? എല്ലാവരും എഴുന്നേൽക്കുന്നതിന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാനുള്ള കോൺട്രാക്ട് എൻ്റെ കയ്യിൽ. സമ്മതിച്ചോ? ഒരു ഉഷാറില്ല. പോരാ, 3 പ്രാവശ്യം ഇങ്ങനെ ചോദിച്ച് പറയിപ്പിക്കാൻ ആക്കരുത്. ആ സ്വഭാവം മാറ്റം. എല്ലാവരുടെയും ബാക്ക് ബോൺ സ്ട്രേറ്റ്, സിറ്റ് സ്ട്രേറ്റ്. റെഡിയാണോ?
പോരാ, ഉറക്കെ പറയാം. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അതേപോലെ യൂട്യൂബ് പോകും. റെഡിയാണോ? ഇന്ന് രാത്രി കിടക്കുമ്പോ 3 ലിറ്റർ വെള്ളം കുടിച്ച് കിടക്കുക. മനസ്സിലായല്ലോ രാവിലെ എഴുന്നേക്കാനുള്ള മാർഗം. ആദ്യം വേണ്ടത് കൺസിസ്റ്റൻസി അല്ല, ഒരു മാറ്റം. വീട്ടിലെല്ലാവരോടും പറയാ, നിങ്ങൾ ഈ ഭാഗത്ത് ആരെ നോക്കിയാലും അവരെക്കാളും നല്ല സ്റ്റുഡന്റ് ഞാനാണെന്ന് പറയാം. ആരോട് പറയണം? കാണുന്ന എല്ലാവരോടും പറയണം. നിങ്ങൾ പോലീസുകാരെ കണ്ടില്ല? കണ്ട ഇയാൾ പോലീസാന്ന് തോന്നുമല്ലോ. എങ്ങനെയാ അവരെ കണ്ടാ നമുക്ക് മനസ്സിലാവുന്നത്? അവര് അതുപോലെയാണ് പെരുമാറുക. ഹെയർ കട്ട് ഉണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും, യൂണിഫോം ഉണ്ടാവും, പെരുമാറ്റത്തിലും മാറ്റം ഉണ്ടാവും, അല്ലേ? സോ ആദ്യം ചെയ്യേണ്ടത്, നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ, അതുപോലെ ആയി മാറണമെങ്കിൽ അങ്ങനെയാണെന്ന് അഭിനയിക്കുക കുറച്ചു കാലം. സോ യു ഡിസൈഡ്, ഐ ആം ഗോയിങ് ടു ബി ഡിഫറെന്റ്. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടെന്ന് നിങ്ങൾ കുറെ പേരോട് അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊരു മാറ്റം. സോ അനൗൺസ്, ഇന്നു മുതൽ ഞാൻ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും എനിക്ക് ഉത്തരം പറയാൻ പറ്റും. ഞാൻ പഠിക്കുകയാണ്, ഞാൻ സീരിയസ് സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ മാറ്റം ഉണ്ടാക്കാം, സ്വന്തം പറയാം. യു ഡിസൈഡ് യുവർ സെൽഫ്. ഞാൻ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ വളരെ മോശം കുട്ടിയായിരുന്നു. 8ാം ക്ലാസ്സിൽ 8th വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾസിലായിരുന്നു ആ ഡിസ്ട്രിക്റ്റിലുള്ള. അവിടെ തന്നെ പുറത്താക്കി, ഏറ്റവും മോശം സ്റ്റുഡൻ്റ് ആയിട്ട് പുറത്താക്കിയത്. മഹാവികൃതി. അതുകൊണ്ട് ഏറ്റവും വികൃതിയായിട്ടുള്ള കുട്ടികളെ കണ്ടാലും ഞാൻ വിചാരിക്കും ഞാൻ ഇതിനേക്കാളും മോശമായിരുന്നു. 10th ജസ്റ്റ് പാസ്. 11th മാത്സും ഫിസിക്സും കെമിസ്ട്രി ഒന്നും പഠിക്കാൻ പറ്റില്ല എന്ന് എൻ്റെ ബ്രദർ അന്ന് പ്രൊഫസറാണ്. അതേ കോളേജിൽ അഡ്മിഷന് പോയ സമയത്ത് ബ്രദർ പറഞ്ഞത്, യു കോണ്ട് സ്റ്റഡി, പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് പഠിച്ചാൽ മതി? സോഷ്യൽ സയൻസോ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ ചേട്ടൻ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പറ്റും. എതിർക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് 11th എല്ലാ സബ്ജക്റ്റിനും തോറ്റു, എല്ലാ ഒരു വിഷയത്തിനും പാസ്സായിട്ടില്ല. മലയാളം കണ്ട് കഷ്ടി പാസ്സായിരുന്നു. 12th കഷ്ടി അഗെയിൻ പാസ്സായി. എനിക്ക് മാത്സിനൊക്കെ 4 മാർക്കാണ് മുകളിൽ. എൻ്റെ ബ്രദർ കോളേജിൽ പ്രൊഫസറാണ്. ഇന്നിപ്പം ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ എൻ്റെ മാത്സ് പഠിപ്പിച്ച ടീച്ചർ, 40 കൊല്ലം മുമ്പ് എന്നെ മാത്സ് പഠിപ്പിച്ച ടീച്ചർ ആ ഗ്രൂപ്പിലുണ്ട്. ഇപ്പോൾ ഷീ കീപ് സെൻഡിങ് മെസ്സേജ്. ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറുണ്ട് എൻ്റെ ഗ്രൂപ്പിൽ, കോളേജിൽ പഠിപ്പിച്ച ടീച്ചറുണ്ട്. ഞാൻ BSc മാത്സ് പഠിക്കുന്നു പറഞ്ഞ സമയത്ത് ബ്രദർ പറഞ്ഞത്, യു കോണ്ട് സ്റ്റഡി, അതുകൊണ്ട് മലയാളം കണ്ട് പഠിച്ചാൽ മതി, ഒരു BA മലയാളം പഠിച്ചോളാം. അങ്ങനെ ഞാൻ തന്നെ നിർബന്ധിച്ചിട്ട്, സാധാരണ BAക്കൊക്കെ ഒരു കോളേജിൽ, BA BScക്കൊക്കെ ഒരു കോളേജിൽ പഠിക്കാം, ഞാൻ 3 കോളേജിലാണ് പഠിച്ചത്. ഒന്നൊന്ന് ചാടി മറ്റേത് ചാടി മറ്റേത് ചാടിയിട്ടൊക്കെയാണ് കഷ്ടി അവിടേക്ക് എത്തിയിട്ടാണ്. കാരണം നല്ല കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടില്ല ആ മാർക്കിൽ. അങ്ങനെ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ആ കോളേജിലേക്ക് എത്തുന്നത്, വാശിയിൽ. അന്നും ബ്രദർ പറഞ്ഞു എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ വാശിയിലാണ് മാത്സ് പഠിക്കാൻ പറ്റും എന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാത്സ് പഠിച്ചത്. ബട്ട് ദെൻ ഗ്രാജുവേഷൻ ആകുമ്പോഴത്തേക്കും ഐ ബിക്കം 5th റാങ്ക് ഇൻ ദ യൂണിവേഴ്സിറ്റി, മാസ്റ്റേഴ്സിന് 2nd റാങ്ക് ഇൻ ദ യൂണിവേഴ്സിറ്റി, MPhilന് 1st റാങ്ക് ഇൻ ദ യൂണിവേഴ്സിറ്റി, PhD in 3 years മാത്തമാറ്റിക്സിൽ. അപ്പൊ നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസി അല്ല. അങ്ങനെയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് തോറ്റോണ്ടിരുന്നു. അതാണോ വേണ്ടത്? യു മസ്റ്റ് ചേഞ്ച് ടു എ പോസിറ്റീവ് ആസ്പെക്ട്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ തന്നെ ക്ലാസ് എടുക്കുമായിരുന്നു എൻ്റെ ക്ലാസ്മേറ്റ്സിന്. ഒരു ടീച്ചർ പോയിട്ട് ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ടീച്ചർ വരുന്നതിനായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ? ആ ഗ്യാപ്പിൽ ഞാൻ കയറിയിട്ട് ബോർഡിൽ പറയും, ഇന്നതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഞാൻ ആ പഠിപ്പിച്ച കംപ്ലീറ്റ് സംഭവം ഗ്രാസ്പ് ചെയ്തിട്ട് അതിൻ്റെ ബ്രീഫ് ഉണ്ടാക്കിയിട്ട് അത് പറയാന്നുള്ളത് എൻ്റെ ഒരു ത്രില്ലായിരുന്നു. അപ്പൊ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത് ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയറിലുള്ളപ്പോഴാണ്. അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള
എൻ്റെ കോളേജിൽ തന്നെ എൻ്റെ ജൂനിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളവർ ഇന്ന് സിംഗപ്പൂരിലൊക്കെ പ്രൊഫസറാണ്, യൂണിവേഴ്സിറ്റിയിൽ, വലിയ യൂണിവേഴ്സിറ്റിയിൽ. എൻ്റെ സ്റ്റുഡൻസാണ്. എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുമ്പോഴുള്ള എൻ്റെ സ്റ്റുഡൻസ്. അപ്പൊ അന്ന് തുടങ്ങിയതാണ് ഞാൻ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്, നിങ്ങൾ എന്ത് പഠിക്കണം. ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ 1 മണിക്കൂറിന്റെ കംപ്ലീറ്റ് പഠിച്ചിട്ട് അടുത്ത ജൂനിയേഴ്സിന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചു നോക്കും. നിങ്ങൾ ഈ ഇവിടുന്ന് കേട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ കുറച്ച് പേരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ലേൺ. അപ്പൊ ശ്രദ്ധ വരും. ശ്രദ്ധാവാൻ ഒക്കെ എഴുതണം. എഴുതിയിട്ടില്ലെങ്കിൽ മറന്നു പോകും. അപ്പൊ ഞാൻ ശ്രദ്ധ വരും. എന്താണ് പറഞ്ഞത്? ഞാൻ ഇത്രയും സമയം പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ എന്തോ പറഞ്ഞു. എഴുതിയിരുന്നെങ്കിലോ ഇന്നതൊക്കെ പറഞ്ഞു എന്ന് പറയാൻ പറ്റും. സോ ഹാവ് ദ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ്. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. ഭഗവത്ഗീതയിൽ അർജുനോട് പറയും, ഇതൊക്കെ പറയാൻ എളുപ്പം, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അർജുനൻ കൃഷ്ണനോട് പറയാണ്, ഇതൊക്കെ പറയാൻ എളുപ്പമാണ് കൃഷ്ണ, പക്ഷെ ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത്? ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. നല്ലപോലെ ശ്രദ്ധിച്ചാൽ നിനക്ക് ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം ഉണ്ടായാൽ കർമ്മം ചെയ്യാൻ സാധിക്കും. അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ശ്രദ്ധയാണ്. എപ്പോഴാ ശ്രദ്ധ ഉണ്ടാവുക? നിങ്ങൾ ഒരേ സംഭവം 10 പ്രാവശ്യം വായിക്കും. വായിച്ചു തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പരിപാടി. വായിച്ചു തീർക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ വായിക്കുന്നത് 1 പ്രാവശ്യം വായിച്ചാൽ മനസ്സിലങ്ങോട്ട് ഇരിക്കണം. അങ്ങനെ പഠിച്ചാലോ? അങ്ങനെയാണ് വേണ്ടത്. പഠിക്കുന്ന എല്ലാ വിഷയവും എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാം? നമ്മൾ പല കാര്യങ്ങളും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കുറേ നോളജ് ലോകത്ത്. ആ ഫുൾ നോളജ് നമുക്ക് എങ്ങനെ കിട്ടും? ബുദ്ധിമുട്ടാണ്. അത്ര എളുപ്പമല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യമില്ല. ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും കുറേ ഉണ്ടാവും. ഇതൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റും. എല്ലാ യൂട്യൂബും കണ്ടു തീർക്കണമെങ്കിൽ 1 ജന്മം പോരാ. 400 ജന്മം ഉണ്ടായാലും തീരില്ല. അത് അത്രയും ഉണ്ട്. ഇതൊക്കെ തീർക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് വി ക്യാൻ ക്യാച്ച് ഇറ്റ്, വി ക്യാൻ പിക്കപ്പ്. ആ കഴിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലേ ബഹുവശ്ച വിഘ്നോ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം അർജുനൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. 700 ശ്ലോകമൊക്കെ തീരുമ്പോഴത്തേക്കും വല്ലത് ഓർമ്മയിലെക്കും. ഇതൊന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞുതരാൻ പറ്റും. അപ്പൊ യുദ്ധം കഴിഞ്ഞിട്ട് ചോദിച്ചതാണ് കൃഷ്ണനോട്. യുദ്ധം കഴിഞ്ഞപ്പോ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഒന്നുകൂടി പറഞ്ഞു തരുമോ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞത്, അനന്തശാസ്ത്രം, കുറേ ശാസ്ത്രങ്ങളുണ്ട്. ബഹുവേദിതവ്യം, കുറേ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അല്പശ്ച കാലേ, നിനക്ക് കുറച്ചു കാലം കൂടിയേ ബാക്കിയുള്ളൂ. ബഹുവശ്ച വിഘ്നോ, ഇഷ്ടംപോലെ പണിയുണ്ട്. നീ എന്തിനാ ഇതൊക്കെ പഠിക്കാൻ പോകും? പഠിക്കണ്ട. ആ സമയത്ത് അത് ആവശ്യമുണ്ട്, അത് കഴിഞ്ഞാൽ അത് ആവശ്യമില്ല. ആവശ്യമുള്ളതേ പഠിക്കാവൂ. അതെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? അതിന് നല്ല കഴിവ് വേണം, നല്ല ഫോക്കസ്ഡ് ആണ്. ഇപ്പൊ നോളജ്, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സംഭവം നോക്കിയിട്ട് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുമോ? കുറേ കിട്ടും. എന്ത് ചെയ്യും? ഇതൊക്കെ നോക്കി തീർക്കാൻ പറ്റും? ഇല്ല. കൃത്യമായിട്ട് എവിടെ പോകണോ അത് മാത്രം കാണാൻ പറ്റുന്നതാണ് നമ്മുടെ കഴിവ്. ഏറ്റവും കൂടുതൽ ആവശ്യം നല്ല ചോദ്യങ്ങൾ, കൃത്യമായിട്ട് എവിടെ ആരോട് എന്ത് ചോദിക്കണം. കുറേ പേര് പലതും പഠിക്കും, എല്ലാം ഉപയോഗത്തിൽ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കുറേ സമയം ചെലവഴിക്കരുത്. 10ാം ക്ലാസ് വരെ നമ്മളെ കുറേ വിഷയങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ടേസ്റ്റ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയുള്ളവർ പറയുന്ന ടേസ്റ്റ് നോക്കിയിട്ടാകുമ്പോൾ നമ്മൾ അവിടെയൊക്കെ ചാടി. അപ്പൊ കൺസിസ്റ്റൻസി അല്ല, സെലക്ഷൻ ആണ്. നല്ല ആറ്റിറ്റ്യൂഡ്, ഇന്നതൊക്കെയാണ് എനിക്ക് വേണ്ടത്, അതിലേക്കുള്ള ഒരു ഡയറക്ഷനിൽ പോകാൻ പറ്റിയാൽ യു വിൽ സേവ് സം ടൈം. അതാണ് അത്യാവശ്യം. ഗുഡ്. നെക്സ്റ്റ്. ഇപ്പൊ നല്ല സമയം ചെലവഴിക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. ഇത് രണ്ടും ഉണ്ടായാൽ ഡൺ. ഓരോ ദിവസത്തെയും ടൈം ടേബിൾ ഉണ്ടാക്കുക. ഒരാഴ്ചത്തേക്ക് വേണ്ട, ഓരോ ദിവസത്തേക്കും സെപ്പറേറ്റ്. ഒരാഴ്ചത്തേക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാക്കുക, ഒരു വർഷത്തേക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2025, 2035, 40, 50 ആകുമ്പോഴത്തേക്ക് ഞാൻ എവിടെയൊക്കെ ഉണ്ടാവും. ആ വഴി കൃത്യമായിട്ട് അങ്ങോട്ട് അവിടെ എല്ലാം എത്തണമെന്നൊന്നുമില്ല.
പക്ഷെ ഒരു പ്ലാനെങ്കിലും ഉണ്ടാവും. അവിടെ എത്താൻ സാധിക്കോ എന്നൊന്നും ഉറപ്പൊന്നുമില്ല, പക്ഷെ മേക്ക് എ പ്ലാൻ. ഈ വർഷമാകുമ്പോഴത്തേക്കും ഇന്നിടത്തേക്ക് എത്തും. കമോൺ, നെക്സ്റ്റ്. അടുത്ത ചോദ്യം, വേഗം, സമയം കളയാതെ. നിങ്ങൾ ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാണ്. ഒരാളുടെ ടൈം അല്ല, കുറേ പേർ. Come on. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ആ കാര്യങ്ങൾ ചോദിക്കാം. അതിനാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. എന്നോട് ചോദിക്കാൻ പറ്റുന്ന ഒരു 10 ചോദ്യം എഴുതും. സ്റ്റാർട്ട്. Write down 10 questions which you can ask me. വ്യത്യസ്തമായ ചോദ്യങ്ങൾ, അയൽവാസിയുടെ അല്ല, തൊട്ടടുത്തിരിക്കുന്ന ആളുടെ അല്ല, സ്വന്തം ഒരു 10 ചോദ്യം എഴുതാം ഫാസ്റ്റ് ആയിട്ട്. 10 എന്ന് പറഞ്ഞത് 10 നമ്പറിന് വേണ്ടിയിട്ടല്ല, സം റാൻഡം നമ്പർ, ദാറ്റ്സ് ഓൾ. 8ഓ 12ഓ ആവും. റൈറ്റ് ഡൗൺ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫാസ്റ്റ്. വേഗം. Come on, stop. 1ഓ 2ഓ എങ്കിലും എഴുതിയില്ലേ? എഴുതിയോ ഇല്ലയോ? യെസ് ഓർ നോ? എഴുതിയോ ഇല്ലയോ എന്ന് വെച്ചാൽ പിന്നെ ഇതിനെ പിന്നെയും ഞാൻ ചോദിക്കാനാക്കണത്? ഉടനെ യെസ് എന്ന് പറയണ്ടേ? നിങ്ങളുടെ കുഴപ്പമില്ല. ടീച്ചേഴ്സ് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു റെസ്പോൺസും എടുക്കാറില്ല. അതുകൊണ്ട് ആ സ്വഭാവമായി മാറി നിങ്ങൾക്ക്. അതാവരുത്. പറയൂ. ശിശിര ഒരു നമ്പർ പറയൂ. 12. 1 2 3 4 5 6 7 8 9. Out of 5 I 10 11 12. Come on, jump and come. Yeah. എന്താ എഴുതിയൊന്ന് കാണിച്ചിട്ട് ഇതുവരെ? എന്താ പഠിച്ചത്? എന്താ പേര് ഇയാളുടെ? ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയും. ഗെറ്റിംഗ് റെക്കോർഡഡ്. ഉറക്കെ യൂസ് ദ മൈക്ക്. ഉറക്കെ. ആ, എവിടെയാ? ഇതിനകത്ത് എഴുതിയിട്ടില്ല എന്തോ? ഞാൻ എഴുതാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഇന്റർവെലിന് മുമ്പ് ഞാൻ പറഞ്ഞത് നിങ്ങളെ കുറിച്ച് എഴുതണമെന്നായിരുന്നു. യു ആർ നോട്ട് ദർ. എവിടെ? ഇതാണ് ആകെ എഴുതിയത് ഇന്ന് ഫുൾ. എന്താ കാരണം? ആകെ ഇത്ര എഴുതിയിട്ടുള്ളൂ. രാവിലെ മുതൽ ഉണ്ട് അവിടെ 10 മണി മുതൽ. എന്നിട്ട് ഇത്ര എഴുതിയിട്ടുള്ളൂ. എന്താ കാരണം? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഏത് സ്കൂൾ? ഒല്ലൂര്. എന്തൊക്കെ ഒരു ചോദ്യം ചോദിക്കും.
Do you like read a book? എന്തെങ്കിലും മലയാളത്തിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ട്? ഞാനോ? എന്നോടാണോ? ഞാൻ പുസ്തകങ്ങൾ വായിക്കണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഞാൻ പുസ്തകം വായിക്കുന്ന ആളാണോ അല്ലയോ? അത് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണോ? നിങ്ങൾക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും ആവണ്ടേ. പുസ്തകം വായിക്കാണ്ട്, പുസ്തകം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇ ബുക്ക് ആവാം. ഡോക്ടർ TPS എന്ന് ഗൂഗിൾ മാപ്പിൽ പോയി ടൈപ്പ് ചെയ്ത് നോക്കാം. വേറൊരു നമ്പർ പറഞ്ഞു. 13. അപ്പൊ നമ്മള് ഡോക്ടർ TPS എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ പോയി ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ 3 വീട് കാണാം. അതിൽ ഹൈദരാബാദാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത്. അവിടെ എൻ്റെ ലൈബ്രറിന്റെ ഒരു പടം ഉണ്ടാവും. കാണാൻ വെച്ചതല്ല, ഞാൻ വായിച്ച ബുക്കുകൾ മാത്രം. ഓക്കെ, സോ യു ടെൽ മീ ദ സബ്ജക്ട്, ഐ വിൽ ഹാവ് എ ബുക്ക്. കുറച്ചും കൂടി നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തിനു വേണ്ടി ആവണം? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെയാണ്. ആ ലെവലിലേക്ക് ആലോചിക്കാം, എനിക്ക് എന്ത് നേടാൻ പറ്റും. നല്ലോണം എഴുതുക. ആ എഴുതുന്ന സ്വഭാവം ഇല്ലെങ്കിൽ നിങ്ങളുടെ നോളജ് കുറയും. നിങ്ങളുടെ ആ നോട്ട് കണ്ടാൽ എനിക്ക് പറയാം, ആർ യു വർത്ത് ഫോർ ദാറ്റ് ഓർ നോട്ട്. സോ യു ഷുഡ് ചേഞ്ച്, മേക്ക് ലോട്ട് ഓഫ് ഡിഫറൻസ്. ഇപ്പൊ ഈ എഴുതിയ 1 മണിക്കൂർ പോരാ. ഇനി അടുത്ത ഒരു കുറച്ച് സമയം ആകുമ്പോഴത്തേക്കും നോട്ട് ഫുള്ളാണ്. ഇതുവരെ ഞാൻ പറഞ്ഞ സംഭവങ്ങൾ ഓരോരാളും ചോദിക്കുന്നു. ഇപ്പൊ ശിശിരെ ചോദിച്ച ചോദ്യം നിങ്ങൾ എഴുതിയോ? എന്താ എഴുതാത്ത? ഞാൻ പറയുന്നത് മാത്രല്ല, വേറൊരാൾ ചോദിക്കുന്നത് പോലും. ഇപ്പൊ ഈ ചോദിച്ചൊരു ചോദ്യം, റീഡിങ് ബുക്സ് ഒരു ഹാബിറ്റ്, ഞാൻ ബുക്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ അത് എഴുതണം. എഴുതുമ്പോഴേ നിങ്ങളുടേതായിട്ട് മാറും. ഓക്കെ, 2, 4, 6, 8, 10, 12, 13. The last. Come here. Yeah. Introduce yourself. I'm Bhavana M. Nair. ഭാവന. ഓക്കെ, ഇവിടെ തന്നെയാണോ? അരവിന്ദോ. Introduce means you should tell where are you. I'm from Kirangu and I just recently completed my 10th standard in Aravinda. എന്താ പഠിച്ചത് ഇന്ന് ക്ലാസ്സിൽ? ഇന്ന് വരെ ഈ സമയം ഒരു 1.5 മണിക്കൂർ എന്താ പഠിച്ചത്? Civil service examinations, AI, internet, consistency in life, society. ഭാവനയുടെ SOP എന്താണ്? സ്റ്റേറ്റ്മെന്റ്. വാട്ട് ഈസ് ദാറ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്? വാട്ട് യു വാണ്ട് ടു ഡു? I want to become a doctor. ഡോക്ടർ, എൻ്റെ ടീച്ചർ. ഓക്കെ, എന്ത് ഡോക്ടറാണ്? Pulmonology. എന്താ പൾമിനോളജി? Allergy and lung related. ലങ് റിലേറ്റഡ് ടു Allergies. എന്താ കാരണം? I have allergy. ബ്രീത്തിങ് പ്രോബ്ലം. Dust, metal. ടെസ്റ്റ് ചെയ്തു, എന്നിട്ടോ? മരുന്ന് കഴിച്ച് കുറേ നാൾ കഴിച്ചായിരുന്നു. ഇപ്പം ഇടയ്ക്ക് പൊടിയടിച്ചാൽ പനിയാവും. ഓക്കെ, നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ ഉണ്ട്. ആരെ കൂട്ടാൻ വരിക? അല്ല, ഒറ്റക്ക് പോകും? തന്നെ പോകും. അമ്മ എന്ത് ചെയ്യുള്ളൂ? അമ്മ ബാങ്ക് മാനേജർ. എവിടെ? പാലാ മുത്തൂറ്റ് ഫിനാൻസ്. അച്ഛനോ? അച്ഛൻ എഞ്ചിനീയർ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി, അച്ഛമ്മ, അമ്മച്ചി. തൈര് ഇഷ്ടമാണോ? ഒത്തിരി തരാറില്ല, ഇഷ്ടമാണ്. അച്ചാർ ഇഷ്ടമാണ്. മീൻ കഴിക്കും. ബാക്കി കൺസൾട്ടേഷൻ പിന്നെയാക്കാം. ഓക്കെ, പലരുടെയും ധാരണ പൾമിനോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് നിങ്ങളുടെ എന്തിനെ മാറ്റും? ബ്രീത്തിങ് മാറ്റുന്നു. ബ്രീത്തിങ് പ്രോബ്ലം മാറ്റുക വെച്ചാൽ ബ്രീത്തിങ്ങിന്റെ സ്റ്റൈല് മാറ്റും അല്ലേ? യെസ് ഓർ നോ? ഹഠയോഗ പ്രദീപിക എഴുതണം. ഞാൻ പറയുന്ന എല്ലാം എഴുതിക്കൊള്ളണം. ബുക്കിന്റെ പേരാണ് ഹഠയോഗ പ്രദീപിക. എന്താണ്? അതിനകത്ത് ബ്രീത്തിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രാണായാമേന യുക്തേന, പ്രാണായാമ ഡാഷ് 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 അടിച്ചാൽ മതി, ഫുൾ എഴുതണമെന്നില്ല. എന്നിട്ട് ബാക്കി ഗൂഗിൾ ചെയ്യാം.
പ്രാണായാമേന യുക്തേന സർവരോഗ സമാരഹ അയുക്താഭ്യാസ യോഗേന സർവരോഗ സമുദ്ഭവ. നന്നായിട്ട് ബ്രീത്തിങ് പഠിച്ചാൽ എല്ലാ അസുഖങ്ങളും മാറും. മിക്കവാറും അസുഖങ്ങളുടെയൊക്കെ തുടക്കം എവിടുന്ന? ബ്രീത്തിങ് പ്രോബ്ലത്തിൽ നിന്നാണ്. ഓക്കെ, അയുക്താഭ്യാസ യോഗേന തെറ്റായിട്ട് ബ്രീത്ത് ചെയ്താൽ സർവരോഗ സമുദ്ഭവ, എല്ലാ അസുഖങ്ങളും വരും. അൺഡിഫൈൻഡ് ഡിസീസസ് എന്നാ പറയാ. എന്താ പറയാ? അപ്പൊ ആദ്യം നന്നാക്കേണ്ടത് ബ്രീത്തിങ് ആണ്. അതുകൊണ്ടാണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ധാരണ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. എനിക്ക് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ആദ്യം എന്തുണ്ടാവണം? ബ്രീത്തിങ് കറക്റ്റ് ആവണ്ടേ? ദേഷ്യം വരില്ലേ? സ്വഭാവം എങ്ങനെയാ പറയാൻ പറ്റും? ഞാനൊരു സൈക്കോതെറാപ്പിസ്റ്റ് ആണ്, സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പൊ ഒരാള് മൂക്കും വായി അടച്ചിങ്ങനെ പിടിച്ചു എന്ന് വിചാരിക്കും. കുറച്ച് സമയമൊക്കെ സഹിക്കും, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒറ്റ ഇടിക്കും തന്നെ. ഇടിക്കുമല്ലോ? കാരണം ആരെങ്കിലും നമ്മുടെ പ്രാണൻ നിർത്തിയാൽ ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു സംഭവം അതാണ്. ആരെങ്കിലും പ്രാണൻ നിർത്തിയാൽ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെയെങ്കിലും അവരെ ദേഷ്യം പിടിച്ചിട്ടില്ലാണ്, ഇല്ലേ? അപ്പൊ നമ്മുടെ സ്വഭാവത്തിൽ ദേഷ്യം എന്നൊരു ഭാവം വരുന്നത് തന്നെ ബ്രീത്തിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും ഹോൾഡ് യുവർ ഫിംഗർ ലൈക്ക് ദിസ്. ടേക്ക് എ ഡീപ് സ്ട്രെച്ച്. ഉറക്കെ മേക്ക് ദ സൗണ്ട്. ഇല്ല ഇല്ലല്ലോ, നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ ഏറ്റവും ക്ഷീണം വരുമ്പോൾ ചെയ്യുന്ന ഒരു പണിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ആണോ അല്ലയോ? നല്ല ഉറക്കം വന്ന് ഉറക്കം നിർത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറില്ലേ? മനസ്സിലാവുണ്ടോ? ഇപ്പൊ ബ്രീത്തിങ് ആണ് നമുക്ക് എന്ത് തരിക? ബ്രീത്തിങ്ങിന്റെ വേറൊരു പേരാണ് പ്രാണൻ. എന്താണ്? പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജ വിപാത്മാ ഭൂയാസംഗ സ്വാഹ വാക്മന ചക്ഷുശ്രോത്ര ഘ്രാണജിഹ്വാരിയതോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. എന്റെ സങ്കല്പം പോലും നന്നാക്കണമെങ്കിൽ എന്റെ ബ്രീത്തിങ് നന്നാക്കണം. മനസ്സിലായോ? ഇറ്റ്സ് എ ഗുഡ് ജോബ് പൾമിനോളജിസ്റ്റ്. പക്ഷേ ബ്രീത്തിങ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു സ്കിൻ. ഡ്രൈ ആവുക, തണുപ്പടിക്കുക പെട്ടെന്ന്. ശരിക്ക് യു തിങ്ക് ബ്രീത്തിങ് ഈസ് ഓൺലി പൾമിനോളജി ബിസിനസ്. ഹാർട്ടിൽ മാത്രമാണ് ബ്രത്ത് പോകുന്നത് നമ്മുടെ ധാരണ. കറക്റ്റ് ആണ്. ശരീരത്തിന്റെ 1 ഇഞ്ച് ബൈ 1 ഇഞ്ച് ഭാഗം എടുത്താൽ എത്ര ഹോൾ ഉണ്ടെന്നറിയോ? അവിടെ 3000 ഹോളുകൾ. എത്രയുണ്ട്? ദാറ്റ് ഈസ് വൈ വെൻ യു സ്വെറ്റ് ചെയ്യുമ്പോൾ ശരീരത്തിനുള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നില്ലേ? അങ്ങനെ ഹോൾ ഉണ്ടെങ്കിൽ എയർ ഉള്ളിലേക്ക് പോവുമല്ലോ. അപ്പൊ നമ്മുടെ ബ്രീത്തിങ് നടക്കുന്നത് മാത്രല്ല, ഏതിലൂടെ കൂടിയാ? കംപ്ലീറ്റ് ശരീരത്തിലൂടെയാണ്. അപ്പൊ വെൻ യുവർ ബോഡി ഈസ് പെർഫെക്റ്റ്, പൾമിനോളജി എന്ന് പറയുന്നത് ലങ്സ് മാത്രമല്ല പെർഫെക്റ്റ് ആവണം. എന്താവണം? ബ്രീത്തിങ് ശരിയാവണമെങ്കിൽ കംപ്ലീറ്റ് ബോഡിയും കൂടി ശരിയാവണം. യുവർ ബോഡി ഈസ് പെർഫെക്റ്റ്. മെഡിക്കൽ സയൻസിൽ ഈ ഇംഗ്ലീഷ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന സയൻസ് ഇറ്റ് ഓൺലി സ്റ്റഡീസ് സ്പെയർ പാർട്ട് ബൈ സ്പെയർ പാർട്ട്. പൾമിനോളജി വേറെ, ഹാർട്ട് വേറെ, കണ്ണ് വേറെ, മൂക്ക് വേറെ. കുറെ കാലം കഴിഞ്ഞ് അടുത്ത കണ്ണും വലത്തെ കണ്ണും വേറെ വേറെ ഡോക്ടറെ കാണിക്കേണ്ടി വരും. പക്ഷേ ഞാൻ ഒരു ആയുർവേദ ഫാമിലിയിൽ നിന്ന്. അപ്പൊ ആയുർവേദത്തിൽ നമ്മൾ അങ്ങനെയല്ല കാണും, ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടാണ് കാണും. അപ്പൊ എല്ലാ അസുഖങ്ങളും റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം എന്താ ഇഷ്ടം, എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടേസ്റ്റ്. അപ്പൊ അതിലൊക്കെ കുറച്ച് മാറ്റം വരുത്തിയാൽ ഓക്കെ. പൾമിനോളജിസ്റ്റ് ആയിട്ട് ഇയാളെ ചികിത്സിക്കാൻ നിൽക്കണ്ട, ചികിത്സിച്ചിട്ട് പൾമിനോളജിസ്റ്റ് ആയാൽ മതി ആദ്യം. ദാറ്റ്സ് എൻ ഈസി മെത്തേഡ്. ഓക്കെ. അപ്പൊ ഭക്ഷണം, സ്കിൻ, ബ്രീത്തിങ്, ഇതൊക്കെ റിലേറ്റഡ് ആണ്. ഗുഡ് ക്വസ്റ്റ്യൻ. ചോദിച്ചതല്ല പറഞ്ഞത്, ജനറൽ ആയിട്ട് അത് പറഞ്ഞുകൊണ്ട് അത്രയും കൂടി പറഞ്ഞു. ടെൽ മീ, ആസ്ക് മീ വൺ ക്വസ്റ്റ്യൻ. ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ചേഞ്ചസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. നമ്മുടെ ലൈഫിൽ എപ്പോഴും
ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടും പെട്ടെന്ന് ചേഞ്ചസ് വരുന്നുണ്ട്. ഉം. ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ചേഞ്ച് എങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഇപ്പോൾ പല എഡ്യൂക്കേഷൻ കോൺഫറൻസുകളും നോക്കിയാലേ അതിനകത്തൊക്കെ പറയുന്ന ഒരു വാക്കാണ്, എന്താണ് വാക്ക്? 21st സെഞ്ചുറി എഡ്യൂക്കേഷൻ. കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോ ഏത് സെഞ്ചുറിയിലാണ്? 21st സെഞ്ചുറിയാണ്. ഇയാൾ ചോദിച്ചതിന്റെ ഉത്തരമാണ് ഇപ്പോൾ ഞാൻ എഴുതിയത്. 21st സെഞ്ചുറിയിലുള്ള ലൈഫ് അല്ല നമുക്കിപ്പോഴത്. നമുക്കുള്ളത് എന്താ ഇപ്പം? 3rd ഡെക്കേഡ് ഓഫ്, റിപ്പീറ്റ്, 21st സെഞ്ചുറി. സെഞ്ചുറി എന്ന് പറയുന്നത് 100 years ആണ്. മോള് ചോദിച്ച ചോദ്യം എന്താണ്? ചേഞ്ചസ് 100 yearsലാണോ വരിക? കഴിഞ്ഞ 5 വർഷം മുമ്പുള്ളതല്ല ഇന്നത്തെ ലോകം. ലോകം ഏറ്റവും കൂടുതൽ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ കാലത്താണ്. ആണോ അല്ലയോ? അപ്പൊ നമ്മൾ സംസാരിക്കേണ്ടത് 21st സെഞ്ചുറിയെ കുറിച്ചാണോ, 20th സെഞ്ചുറി, 22nd സെഞ്ചുറിയെ കുറിച്ചാണോ, അല്ല ചുരുങ്ങിയത് ഒരു 10 കൊല്ലത്തെ കുറിച്ചാണോ? 10 കൊല്ലെങ്കിലും ആണോ? അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഏതിനെ കുറിച്ചാ? 3, 2, 1 വേൾഡ്. ഏത് വേൾഡിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? 3, 2, 1 വേൾഡ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, there are lot of conflict and harmony. അതാണല്ലോ പ്രശ്നം. എന്തൊക്കെ നടക്കാൻ പോണു, എങ്ങനെയൊക്കെ ചെയ്യണം, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫാസ്റ്റ് തിങ്കിങ്, ഫാസ്റ്റ് മൂവിങ്. ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. കമ്മ്യൂണിക്കേഷൻ ഇസ് കീ. ഗുഡ്. അപ്പോ ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക. ലോകത്തിൽ നാളെ എന്ത് വേണം, എന്തൊക്കെയാണ് എനിക്ക് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. കൺസിസ്റ്റന്റ് ആവുകയല്ല വേണ്ടതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബട്ട് ചേഞ്ച് പണ്ട് കാലത്തുള്ള, നിങ്ങളുടെ പാരന്റ്സിന്റെ കാലത്തുള്ള പോലെ അല്ല ചേഞ്ച്. ഇപ്പൊ അതിനേക്കാളും ഫാസ്റ്റാണ്. കുറെ ജനറേഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ ഇതിനകത്ത് റിലേഷൻഷിപ്പ് ഈസ് എ പ്രോബ്ലം, ലീഡർഷിപ്പ് ഈസ് എ പ്രോബ്ലം, കോൺഫ്ലിക്റ്റ് ഈസ് എ പ്രോബ്ലം, ഹാർമണി ഈസ് എ പ്രോബ്ലം. റൈറ്റ്? ദിസ് ഈസ് വാട്ട് ദ ബുക്ക് ഓൺ ലൈഫ്. ഒരു നമ്പർ പറഞ്ഞു. 20 ശേഷമൊക്കെ പറയാം. 23. ഓക്കെ. അപ്പൊ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ നിങ്ങളുടെ ജനറേഷനിൽ തന്നെ കാലം പറയുന്നത്, ഇപ്പൊ ഞാൻ ഇപ്പൊ കാലാണ് പറഞ്ഞത്, അതുപോലെ ജനറേഷൻസിലും ഡിഫറൻറ്റ് ഉണ്ട്. 1964 വരെ ജീവിച്ച് 46നും 64നും ഇടയിലൊക്കെ ജനിച്ച അവരുടെയൊക്കെ ജനറേഷനെ ബേബി ബൂമേഴ്സ് എന്നാ പറയാ. എന്താ പറയാ? അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷന് ജനറേഷൻ എക്സ് എന്നാണ് പറയുക. 2000-ന് ശേഷം ജനിച്ചിട്ടുള്ളവരൊക്കെ മില്ലനിയേഴ്സ് എന്നാ പറയാ. നിങ്ങളൊക്കെ ഏത് ഗ്രൂപ്പാ? ഏറ്റവും കൂടുതൽ ഹാർമണി ഇല്ലാത്തൊരു ഗ്രൂപ്പാണ്. മോസ്റ്റ് സെൽഫിഷ് ഗ്രൂപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പ്രോബ്ലം ഉണ്ടാന്ന് വെച്ചാല്, അമേരിക്കയിലൊക്കെയുള്ള വലിയ കമ്പനികൾ തീരുമാനിച്ചു 2000-ന് ശേഷം ജനിച്ച ഒരാൾക്കും ജോലി കൊടുക്കില്ല. റിക്രൂട്ട്മെന്റിലൊക്കെ അവർ മാറ്റം വരുത്താൻ പോവാണ്. കാരണം ഈ ജനറേഷന് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കണം. കാരണം ഇപ്പൊ നമ്മളൊക്കെ കാണുന്നത്, എല്ലാവരുടെയും ആഗ്രഹം എന്താ വെച്ചാൽ ഇവിടുന്ന് പുറത്തു പോകണം, വീട്ടിൽ താമസിക്കണ്ട, പാരന്റ്സിന് വേണ്ട, അത്തരം ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് പോകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം കാണുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് കുറെ താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഇപ്പൊ കേരളത്തിലൊക്കെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? ഡ്രഗ്സ് ഒക്കെയാണ്. താൽക്കാലികമായിട്ടുള്ള സന്തോഷം. അസുഖങ്ങൾ കൂടുതലാണ്, ഭക്ഷണത്തിന്റെ ക്രമം മാറി, സ്പിരിച്വാലിറ്റി ഇല്ല, സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ യു ഷുഡ് ബിക്കം സ്ലൈറ്റ്ലി മോർ സീരിയസ്.
കുറച്ചും കൂടി നന്നാവും. ആ മാറ്റങ്ങളാണ് ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. വളരെ എളുപ്പം തൽക്കാലം കിട്ടുന്ന പോരാ, കുറച്ചും കൂടി ലോങ്ങർ. അതുകൊണ്ടാണ് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഏതാ നമ്പർ പറഞ്ഞത്? 23. ഇത് 2, 4, 6, 8, 8, 5, 13, 13, 13, 26. ഇപ്പൊ മാത്സാ പറയണേ. നമ്മൾ സാധാരണ 26 എന്ന് പറയുമ്പോൾ അയാൾ 26 ആണ്. അപ്പൊ 26, 25, 24, 23. വളണ്ടിയേഴ്സിന് വരാൻ കേട്ടോ. നിങ്ങളത് പറയാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് മാത്രം. ഡിഫറെന്റ് മെത്തേഡ്സ്. ഈ മെത്തേഡ് എന്താ പറയാ? റാൻഡം. എന്താ പറയാ? റാൻഡം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലേ? അതിനകത്ത് കുറെ സെലക്ഷൻ ഉണ്ട്. ഞാൻ മാത്തമാറ്റിക്സ് MSc പഠിക്കുമ്പോൾ വി ഹാവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് കമ്പൈൻഡ് പഠിച്ചിട്ടുണ്ട്. മാസ്റ്റേഴ്സ് ആയ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പൈൻഡ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ. സോ ഐ വാസ് സ്റ്റുഡന്റ് ഇൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി. വി ഹാഡ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പൈൻഡ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇമേജ് പ്രോസസിംഗ് ആണ്, അത് കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ ഐ നോ മോർ സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു മെത്തേഡാണ് റാൻഡം സെലക്ഷൻ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന റാൻഡം സെലക്ഷൻ ആണ്. ഞാനായിട്ടൊരു റൂളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ 5 മൾട്ടിപ്പിളും എന്ന് പറഞ്ഞാൽ റാൻഡം അല്ല. ഒരു റൂൾ ഉണ്ട്. 5, പിന്നെ 10, 15, അതിനൊരു റൂളാണ്. ഇത് റാൻഡം ആണ്, ഓരോരാളുടെ മനസ്സിൽ വരുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, introduce yourself. Tell me, what did you study? Yeah. I am Karthik. I am coming from Ariparambu. Now I am studying in 10th class in Aranda Vidya Mandiram Senior Secondary School, Palikkathod. My family consists of father, mother, and my grandmother. അച്ഛനും അമ്മയും എന്താണ്? My father is a rubber board employee. My mother is a teacher at nursing college. Okay. So she did her masters in nursing. No, she is working for a contract. She was a guest lecturer in SN College, Komaragam. Which subject? Biochemistry. Biochemistry. Okay. ചോദിക്കും, എന്താ പഠിച്ചത്? പഠിച്ചൊരു 2 പോയിന്റ് പറ. ഡോണ്ട് റിപ്പീറ്റ് വാട്ട് അതേഴ്സ് സെറ്റ്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒന്നും പറയാൻ പറ്റില്ല. ഇഫ് യു വളണ്ടിയർലി കം യു ഗെറ്റ് പോയിന്റ്സ് ടു ടെൽ. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുതിയ പോയിന്റ് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വളണ്ടിയേഴ്സ് ആയിട്ട് വന്നാൽ ഇറ്റ് ഈസ് ബെറ്റർ ഫോർ യാ. പഠിച്ചൊരു പോയിന്റ് ഇപ്പൊ ഇതുവരെ കവർ ചെയ്തൊന്നും പറയരുത്, പുതിയ പോയിന്റ്. നമ്മൾ ഒരിക്കലും നമ്മുടെ സമയത്ത് നമ്മൾ ഐഡിയാസ് ഇൻവെസ്റ്റ് ചെയ്യണം. സമയം വേസ്റ്റ്. ഡോണ്ട് സ്പെൻഡ് യുവർ ടൈം ബട്ട് ഇൻവെസ്റ്റ് യുവർ ടൈം. സ്പെൻഡിങ് ഈസ് ഗോൺ, ഇൻവെസ്റ്റ് ഈസ് ഗെറ്റ്സ് റിട്ടേൺ ബാക്ക്. ഗുഡ്. ഒരു ചോദ്യം. സാർ പറഞ്ഞ ഓൺലൈൻ കോഴ്സസിനെ കുറിച്ച്. സാറല്ല, ഡോണ്ട് അഡ്രസ് സർ. സർ ഈസ് എ ബ്രിട്ടീഷ് സിസ്റ്റം. അപ്പം കുറെ പ്രായമുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് കറക്റ്റ് ദം. അപ്പം നിങ്ങളുടെ പ്രിൻസിപ്പളോ മാനേജറൊക്കെ എന്നെ സാറെന്ന് വിളിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ജനറേഷൻ ഡോണ്ട് യൂസ് ദ വേർഡ് സാർ. എന്താ കാരണം? സർ ബ്രിട്ടീഷുകാർ തുടങ്ങിയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. സർ ഐസക് ന്യൂട്ടൺ, സർ CV രാമൻ എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ ബ്രിട്ടീഷ് അല്ല, ആരാണ്? അമേരിക്കനാണ്. നിങ്ങളുടെ ബോസിനെ പോലും പ്രിൻസിപ്പളെ പോലും നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മാനേജറെ പോലും നിങ്ങൾ എന്തേ വിളിക്കാവൂ? ബൈ നെയിം. പലരുടെയും കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ ചെറുപ്പത്തിലേ സാർ മാഡം എന്നൊക്കെ വിളിച്ച് പഠിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ ആരാന്ന് വെച്ചാൽ അതൊരു മാഡം. പേര് അതെനിക്കറിയില്ല, കാരണം നിങ്ങൾ ഇതുവരെ അവരെ പേര് വിളിച്ചിട്ടില്ല. നോബഡി കോൾഡ് ദർ നെയിംസ്. അപ്പൊ അവരുടെ ഐഡന്റിറ്റി ഈസ് ലോസ്റ്റ്. ലോകത്തിൽ 2 ആൾക്കാരേ ഉള്ളൂ, സാറും മാഡവും മാത്രം. അത് പോരാ. യു ഷുഡ് ഹാവ് യുവർ ഐഡന്റിറ്റി. സോ അഡ്രസ് മീ ആസ് ഡോക്ടർ TPS. ഡോക്ടർ TPS പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈൻ കോഴ്സസ് വഴി വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അഡ്മിഷൻ ഒക്കെ ഈസിയർ ആവും. MOOC, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. അത് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണ്?
5 ഞാൻ എഴുതിയൊരു ബുക്കാണ് അഡാപ്റ്റീവ് ലേണിംഗ്. അതിന്റെ സെക്കൻഡ് വെർഷൻ ഐ റോട്ട് ഇൻ ദ 3-2-1 വേൾഡ്, അഡാപ്റ്റീവ് ലേണിംഗ്. കോവിഡ് കാലത്ത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഏറ്റവും കൂടുതൽ കോഴ്സുകൾ നടന്നിട്ടുള്ള സമയം കോവിഡ് കാലത്താണ്. ഓക്കെ, സോ വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ ജോയിൻ. ഏത് സബ്ജക്റ്റ് ആണ്, ഏതാ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് പറ വെറുതെ. അമ്മയുടെ സബ്ജക്ട് എന്താണ്? Biochemistry. ഡു യു നോ ബയോകെമിസ്ട്രി? ഓക്കെ, നൗ ഇന്നു മുതൽ 5 ദിവസം കൊണ്ട് നമ്മുടെ പേര് പറഞ്ഞ Karthik. കാർത്തിക്കിന് ബയോകെമിസ്ട്രിയിൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അമ്മ എങ്ങനെ നോക്കുന്നുണ്ട്? ഇതാള് കൊള്ളാലോ, പറയാനില്ലയോ? അപ്പൊ അമ്മയുടെ സബ്ജക്ട് ബയോകെമിസ്ട്രി, ഇൻട്രൊഡക്ഷൻ ടു ബയോകെമിസ്ട്രി. ഓക്കെ, ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഗൂഗിളിൽ പോവാ, എന്ത് ചെയ്യാ? Open online course. ഓപ്പൺ Online course. ഓൺലൈൻ Course. സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഏതാണ്? ബയോകെമിസ്ട്രി അല്ലേ? You will see beautiful courses coming out. Pick it up, register it free of cost. ആരെങ്കിലും കാശ് ചോദിച്ചാൽ ഉടനെ പുറത്ത്, ഡോണ്ട് പേ. ഓക്കെ, അസൈൻമെന്റ് വരും, എക്സാം വരും, സർട്ടിഫിക്കേഷൻ മാത്രം ചിലര് കാശ് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് സീ വെദർ ഇറ്റ് ഈസ് വർത്ത്. അതല്ലെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ക്രെഡിറ്റ് എടുക്കുക. ആ സ്ക്രീനിന്റെ ഒരു ഷോട്ട് എടുത്ത് വെക്കുക. ഞാനിത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഐ ഹവ് കംപ്ലീറ്റഡ്, ദേ ആസ്ക്ഡ് ഫോർ മണി, ഞാൻ കൊടുത്തില്ല. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഗുഡ് ഇനഫ്. കാരണം നോളജ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ സർട്ടിഫിക്കറ്റ്സ്. അങ്ങനെ പാരലലി ഒരു 10 സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യാം. അതിൽ 2 ഫ്രീ ആണെങ്കിൽ ഡൺ. സെയിം കോഴ്സ് സെയിം പഠിക്കുക, 4 സ്ഥലത്തോ 5 സ്ഥലത്തോ സെയിം എക്സാം എഴുതുക, ആൻഡ് യു ഗെറ്റ് ക്വാളിഫൈഡ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും യു ഗെറ്റ് ബെറ്റർ ആൻഡ് ബെറ്റർ നോളജ്. ഇവിടെ നെറ്റ് കുറവാണ്. ബയോകെമിസ്ട്രി ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. It came. See, free biochemistry course, certified courses. എത്രയുണ്ട്? കോഴ്സറി ഉണ്ട്, ഞാൻ പറഞ്ഞല്ലേ, അലിസൺ, എഡക്സ്, കുറേ കിട്ടും. ഓക്കെ, 400+ ബയോകെമിസ്ട്രി ഓൺലൈൻ കോഴ്സ് ഫോർ 2025. നിങ്ങൾ ഈ ലോകത്ത് 3-2-1 വേൾഡിൽ ജീവിച്ചിട്ട് അഡാപ്റ്റീവായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പഠിക്കാൻ പറ്റുന്ന ഒരു ലോകത്ത് ജീവിച്ചിട്ട് ഇതൊന്നും ഉപയോഗിക്കാണ്ടിരുന്നാൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ഓൾ ദീസ് ഗാഡ്ജറ്റ്സ്? നിങ്ങൾ മനസ്സിലായോ? എത്ര സമയം ഇന്റർനെറ്റിൽ കുറേ സമയം ചെലവഴിക്കേണ്ടതാണ് മിക്കവാറും നിങ്ങളുടെ പാരന്റ്സിന്റെ കംപ്ലൈന്റ് ഉണ്ടാവും. ഇന്ന് മുതൽ എന്ത് പറയണം? എൻ്റെ മക്കൾ കുറേ സമയം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈലിൽ യൂസ് ചെയ്യുന്നുണ്ട്. മൈ സൺ ഈസ് എ ബ്രൈറ്റ് ചൈൽഡ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പോൾ ഐഡന്റിഫൈ ആൻഡ് ഗെറ്റ് 5 കോഴ്സസ് ആൻഡ് ദെൻ ഷോ യു ഹാവ് ഡൺ ദിസ് കോഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഞാൻ അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ പോയ സമയത്ത് ഐ റോട്ട് എ ബുക്ക്, ശ്രീലങ്ക അഡാപ്റ്റീവ് ലേണിംഗ്. അവർക്ക് എങ്ങനെ അവിടുത്തെ രാജ്യത്ത് ചെറിയ കോഴ്സ്, കാരണം അവരൊക്കെ പഠിക്കുന്നത് വെരി സ്പെസിഫിക് ആയിട്ടുള്ള സിലബസ് ആണ്, നമ്മളെ പോലെ കുറേ സ്കോപ്പ് പോലും ഇല്ല. അപ്പൊ പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എൻവയോൺമെന്റ് ഓൺലൈൻ കോഴ്സാണ്. സോ യു കീപ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, ടെൽ മീ സം അതർ നമ്പർ. 25. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ റൂള് മാറ്റും. 32. See, always I changed my rule. Have you seen? അവിടെ നിങ്ങളുടെ കൗണ്ട് ചെയ്യും, പക്ഷെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കൗണ്ട് ചെയ്യും, അതിനനുസരിച്ചിട്ട് മാറ്റും. 32. ആദ്യം പറഞ്ഞ നമ്പർ 25. 25 is good enough. So online course എല്ലാവരും ചെയ്യണം. All of you should register, start using your internet facility, get connected to the world, do as many courses as you can. പക്ഷെ മിനിമം ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്കേ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ 10ാം ക്ലാസ് പോലും ശരിക്കും ചെയ്തില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ചെയ്യുന്നത് എന്താ അർത്ഥം? So this is 13. I'll count now 13, 26, so 25. ആദ്യം പറഞ്ഞ നമ്പർ ഏതാ?
25. So you come here. Last but one. Yeah. അയാളല്ല പറഞ്ഞത്. 13, 26, 25. ഇത് 13, അങ്ങോട്ട് കൗണ്ട് ചെയ്ത 26, അപ്പൊ 25. ആരാ വരിക? നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് യൂസ് ചെയ്യും. ഇത് 13, അടുത്ത 13, അത് എൻഡ് ചെയ്യുന്ന 26, അതിന് തൊട്ട് മുമ്പുള്ള ആള് 25. ആരാ വരിക? നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല. ഞാൻ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇയാൾക്ക് ആദ്യം അറിയായിരുന്നു ഇയാളാണ്, ആണോ അല്ലയോ? അവരെഴുന്നേറ്റാ നിങ്ങൾ വെറുതെ ഇരിക്കുവോ? പറയേ, ഞാൻ പറഞ്ഞ യു ഗോട്ട് എ ചാൻസ്, യു നോ ഇറ്റ്സ് യു. നമ്മൾ സാധാരണ ഒരു കുഴപ്പമുണ്ട്, ഇയാൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഉടനെ അയാൾ എന്ത് ചെയ്യുന്നറിയോ? അപ്പൊ ഇങ്ങനെ നോക്കുന്നത് എന്തുകൊണ്ടാ? യു നോ ഇറ്റ്സ് യു, അതുകൊണ്ടല്ലേ നോക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞപ്പോ തന്നെ ഇയാള് കൃത്യമായിട്ട് ഇയാളെ വിളിക്കുന്നത് എനിക്ക് മനസ്സിലായി, ഇയാൾക്ക് മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്തു? ബാക്കിലുള്ള ആൾ എഴുന്നേക്കാണെങ്കിൽ ആയിക്കോട്ടെ, ഡോണ്ട് ഡു ദാറ്റ്. യു മസ്റ്റ് ടേക്ക് യുവർ ചാൻസ് ഫസ്റ്റ്. അതാണ് വേണ്ടത്, ഇനീഷ്യേറ്റീവ് ആണ് ആവശ്യം. യാ. I am Chinmay, now studying in Arenda in 10th standard. കഴിഞ്ഞില്ലേ? ഇല്ല. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ? ഇല്ല. ഇപ്പൊ ചേർന്നു 10ൽ. ഓക്കെ. ഇപ്പൊ 9th to 10th ആയിപ്പോ. ഓക്കെ. എന്താ പഠിച്ചത് ഇത്രയും സമയം? കുറെ പഠിച്ചു എന്നല്ല, നിങ്ങൾ എന്താ ഭക്ഷണം കഴിച്ചോ? കുറെ കഴിച്ചു. എന്താ കഴിച്ചത്? കുറെ കഴിച്ചു. നോ, നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരാള് കൃത്യമായിട്ട് പറയും, ഞാൻ ഇന്നതൊക്കെയാണ് കഴിച്ചത്, ഇന്നതിന് ടേസ്റ്റ് കുറവാണ്, ഇന്നതിന് ടേസ്റ്റ് കൂടുതലാണ്. സോ യു ഷുഡ് ടെൽ വാട്ട് ഈസ് ദാറ്റ് യു ലേൺ. Notes, make notes. ഉറക്കെ. Take notes, make notes. വണ്ടർഫുൾ, വൺ ഓഫ് ദ ബെസ്റ്റ് പോയിന്റ്സ്. ഞാൻ ഏറ്റവും സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇപ്പൊ ഇയാളാ പറഞ്ഞത്. ടേക്ക് നോട്ട്സ് ആൻഡ് മേക്ക് നോട്ട്സ്. യാ, ചെയ്തു അത്. കൃത്യമായിട്ട് പറ. ആ, ask one question. Yeah, ask, don't show me. Yeah, you ask. എഴുതിയത് വിട്ടേക്ക്, you ask. Will reading cause distraction from studies? എന്ത് റീഡിങ്? ജനറൽ റീഡിങ് Novels, അല്ല. books. അതെ, എന്ത് റീഡിങ്? Book reading. ബുക്ക് റീഡിംഗ് എന്ന് പറഞ്ഞാൽ സയൻസും മാത്സും ഒക്കെ ബുക്കല്ലേ? അതാ ചോദിച്ചാൽ ജനറൽ റീഡിംഗ് ആണോ? ജനറൽ റീഡിംഗ് ആണോ? നോവല്, പോയട്രി. ക്വസ്റ്റ്യൻ, വിൽ റീഡിംഗ് കോസ് ഡിസ്ട്രാക്ഷൻ എന്നാണ്. അപ്പൊ എന്ത് റീഡിങ്? ജനറൽ ബുക്സ്. ഇപ്പൊ ന്യൂസ് പേപ്പർ വായിച്ചാൽ മാത്സിൽ കോൺസെൻട്രേഷൻ കുറയും. ഞാൻ ചോദിക്കുന്നത്, സാമ്പാർ, കുറെ കറികൾ, വ്യത്യസ്തമായ കറികൾ, ഇതൊക്കെ കഴിച്ചാൽ ചോറ് കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കുറയോ അല്ല കൂടുവോ? കൂടുക ചെയ്യും. വെറും ചോറ് മാത്രം തന്നാൽ നിങ്ങൾക്ക് കഴിക്കുന്ന ക്വാണ്ടിറ്റി ആണോ, കുറെ കറികൾ കഴിക്കുമ്പോഴാണോ ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കാൻ പറ്റുക? ഇപ്പല്ലേ മാറ്റി പറഞ്ഞു. എന്തിനാണ് കുറെ ഡിഫറെന്റ് ടേസ്റ്റ് ഉള്ള കറികൾ നമുക്ക് തരുന്നത് അറിയോ? എന്തിനാ? ഭക്ഷണം കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാനാണ്. നിങ്ങൾക്ക് കറി തരാതെ ഇഡ്ഡലിയോ ദോശയോ തന്നു വിചാരിക്കാം, ഒരു ചട്നിയും സാമ്പാറും ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് 3-4 കഴിക്കാൻ പറ്റും. പക്ഷെ കുറെ കറികൾ ഉണ്ടെങ്കിലോ യു വിൽ ഹാവ് മോർ. പഠനവും അതുപോലെയാണ്. നിങ്ങളുടെ ധാരണ മാത്സ് മാത്രം പഠിച്ചു, സയൻസ് മാത്രം പഠിച്ചു, അവരാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ്. ഇറ്റ്സ് ആക്ച്വലി റോങ്. നിങ്ങൾ എത്ര ജനറൽ ആയിട്ട് പഠിക്കുന്നു അത്രയും നിങ്ങൾ നന്നാവും. ഇന്നലെ കണ്ട സിനിമ പഴയ തമിഴ് സിനിമയാണ്, പാലും പഴവും. എല്ലാ ദിവസവും ഒരു സിനിമയെങ്കിലും ഞാൻ കാണും. നിങ്ങളുടെ പ്രായത്തില് ഒരു മാസം 40 സിനിമ കാണും. അന്ന് ഇന്റർനെറ്റ് ഇല്ല, ഓൺലൈൻ ഇല്ല, തിയേറ്ററിൽ പോയിട്ട് കാണും. യു അണ്ടർസ്റ്റുഡ്? അന്ന് ഇഷ്ടംപോലെ നോവലുകൾ വായിക്കും, കവിതകൾ വായിക്കും, നാടകം അഭിനയിക്കാൻ പോകും.
ഇതൊന്നും ജീവിതത്തിൽ ഡിസ്ട്രാക്ഷൻ അല്ല. നല്ലപോലെ കുക്കിംഗ് ചെയ്യും വീട്ടിൽ, നല്ലപോലെ കൃഷിപ്പണി ചെയ്യും. നിങ്ങളുടെ ധാരണ ഇതൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ള. നോ, ഇറ്റ്സ് ആക്ച്വലി റോങ്. ഫോക്കസ്ഡ് ആയിട്ട് കുറച്ച് സമയം പഠിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഏറ്റവും നല്ല സ്റ്റുഡൻറ്. എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ദിവ്യ എസ് അയ്യർ നല്ലൊരു അമ്മയാണ്, നല്ലൊരു പാട്ടുകാരിയാണ്, നല്ലൊരു കുടുംബിനിയാണ്, നല്ലൊരു പ്രഭാഷകയാണ്. ഞാൻ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് എല്ലാ സാറ്റർഡേയും സൺഡേ അടക്കം ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ സ്ഥിരമായിട്ട് പുറത്തുപോയി ക്ലാസ് എടുക്കും. എന്തൊക്കെ എടുക്കുക? അപ്പൊ ഭഗവത്ഗീത എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്ക് സയൻസും മാത്സും അറിയില്ല എന്ന് പറയാൻ പറ്റും. നിങ്ങൾ മാത്സ് നല്ലോണം പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് നല്ലോണം പഠിക്കാൻ പറ്റില്ല, മലയാളം പഠിക്കാൻ പറ്റില്ല പറയാൻ പറ്റും. മലയാളവും ഇംഗ്ലീഷും സോഷ്യൽ സയൻസും നമ്മളെ പഠിപ്പിക്കുന്നത് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. എന്തിനു വേണ്ടിയാ? ജനറൽ ആയിട്ട് റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കാനാണ്. ഇപ്പൊ ജനറൽ റീഡിംഗ് എന്താന്ന് പോലും അരവിന്ദ വിദ്യാമന്ദിരത്തിലെ 9ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് അറിയില്ല എന്ന് പറയുന്നത്. ദാറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം. നിങ്ങളുടെ ടീച്ചേഴ്സും അങ്ങനെയാണ്. നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ വീട്ടിൽ പോയി നോക്കിയാൽ ചിലപ്പം അവരുടെ വീട്ടില് അവരുടെ മാത്സും ഫിസിക്സും കെമിസ്ട്രി അല്ലാണ്ട് വേറെ ബുക്കൊന്നും കാണില്ല. ജനറൽ ആയിട്ടൊരു 100 ബുക്കെങ്കിലും എല്ലാ ടീച്ചേഴ്സിന്റെയും വീട്ടിൽ വേണമെന്നാണ്. അതുപോലും ഉണ്ടാവില്ല. ലൈബ്രറിയിൽ പോലും പോയിട്ട് ബുക്ക് വായിക്കാറില്ല. കാരണം വായന എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ആണ് എന്നാണ് ഒരു കുട്ടിയുടെ ധാരണ. നോ, ഇറ്റ്സ് നെവർ ഡിസ്ട്രാക്ഷൻ. നല്ലപോലെ വായിക്കാം. ഇപ്പൊ എന്താ ചെയ്യുന്ന പോയി നോക്കിയോ. എന്നിട്ട് ഇവിടെ പറഞ്ഞ സംഭവം എന്ന് ചോദിക്കോ, അത് കൃത്യമായിട്ട് പറഞ്ഞു തരും ഞാൻ എന്താ പറയുന്നത്. മൾട്ടി ടാസ്കിംഗ് ആണ്. എന്താ ചെയ്യാൻ പറ്റുക? മൾട്ടി ടാസ്കിംഗ്. കുറേ വ്യത്യസ്ത കാര്യങ്ങൾ പാരലി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സിനിമ കാണാം, വേറെ ഏതെങ്കിലും പാട്ട് കേൾക്കാം, അതിനിടയിൽ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കാം, അതിനിടയിൽ ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം, അതിനിടയിൽ അമ്മ വഴക്ക് പറയുന്നത് കേട്ട് അതിന് ഉത്തരവും പറയാം, അതിനിടയിൽ സീരിയസ് ആയിട്ട് മാത്സും പഠിക്കാം. അണ്ടർസ്റ്റുഡ്? അതിനാ എന്താ പറയാ? മൾട്ടി ടാസ്കിങ്. ശരിക്കും പ്രാക്ടീസ് ചെയ്താൽ കുറേ കാര്യങ്ങൾ പാരലി ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അത് പറ്റില്ല. അമ്മ എന്താ ചെയ്യണം? അമ്മ എന്താ ചെയ്യണ ജോലി? ഉറക്കെ? അതെത്ര മോശം ജോലിയാണ്? ഉറക്കെ പറയും. എന്താ MG യൂണിവേഴ്സിറ്റി? അതെവിടെയാ? അച്ഛനോ? ആരൊക്കെ ഉണ്ട് വേറെ വീട്ടിൽ? അവരൊന്നും വായിക്കാറില്ലേ? ന്യൂസ് പേപ്പർ വായിച്ചോ? എപ്പോഴാ ലാസ്റ്റ് വായിച്ചത് ന്യൂസ് പേപ്പർ? എന്താ മെയിൻ ന്യൂസ്? അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കും. ഒരു ബുക്കിൽ എഴുതി വെക്കുക. അത് ഇംഗ്ലീഷ് ബുക്ക് കിട്ടുകയാണെങ്കിൽ, ഇനി അഥവാ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ അതേ സാധനം, നിങ്ങൾ മലയാളമാണോ ന്യൂസ് പേപ്പർ പഠിക്കുന്നത്, ആ മലയാളം ന്യൂസ് പേപ്പറിൽ വേൾഡ് പേജ്, വേൾഡ് ന്യൂസ് ഏതെങ്കിലും ഉണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഭാഷയിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ പ്രായത്തിലല്ല, ആ സമയത്ത് ഞാൻ വായിക്കണ്ടല്ലോ. പിന്നെ സിവിൽ സർവീസ് ഒക്കെ വേണമെന്നൊക്കെ ആഗ്രഹം തുടങ്ങിയ കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള പണിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ കുറെ ലേറ്റ് ആയിട്ടാണ് ചെയ്തത്, നിങ്ങൾക്ക് 30 ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ആ ന്യൂസിൽ ബാക്കി ന്യൂസ് പേപ്പറിൽ എന്തൊക്കെയാ പറയണത്, അത് TV-യിൽ BBC എന്താ പറയണത്, അല്ലെങ്കിൽ നാഷണൽ ന്യൂസ് ചാനൽസ് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ ലോക്കൽ ന്യൂസ് പേപ്പർ ആണല്ലോ, അതേ ന്യൂസ് നാഷണൽ ചാനൽ അതെങ്ങനെയാ പറയണമെന്ന് കേൾക്കുക. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷും പഠിച്ചു, ലോക്കൽ ലാംഗ്വേജും പഠിച്ചു. ഇന്ന് വരുന്ന ന്യൂസാണ്, നമ്മളിപ്പോൾ 10ൽ എത്തിയിട്ടുള്ളൂ, 10th, 11th, 12th, ഗ്രാജുവേഷൻ 3 years. ആഫ്റ്റർ 5 years എനി കോമ്പറ്റീറ്റീവ് എക്സാം ഇൻ ദ വേൾഡ് ചോദിക്കാൻ പോകുന്നത് ഇന്ന് വരുന്ന മെയിൻ ന്യൂസ്, നാളത്തെ കറണ്ട് അഫയേഴ്സ് എന്നാ പറയാ. ഇന്നത്തെ ന്യൂസിന് എന്താ പറയാ? കറണ്ട് അഫയേഴ്സ്. ദാറ്റ് വിൽ ബിക്കം ജനറൽ നോളജ് ഓഫ് ടുമോറോ.
കറണ്ട് അഫയേഴ്സ്. ഇത് പറയുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? കറണ്ട് അഫയേഴ്സ് CA ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ജനറൽ നോളജ് GK എന്ന് എഴുതുന്ന ബോധം ഉണ്ടാവും. ആ ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നവരായിട്ട് മാറും. അങ്ങനെ എഴുതി 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 ശീലാവും. അങ്ങനെ എഴുതിയാൽ നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ആ ന്യൂസ് പേപ്പറിൽ ഒരു പേജ് വായിച്ചാൽ അതിനെക്കുറിച്ചൊരു 4 സെന്റൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയാലേ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചു? നിങ്ങൾ ഇംഗ്ലീഷിൽ പാരഫ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ട് എക്സാം ഉണ്ട് കേട്ടോ. ഒരു പാരഗ്രാഫ് തന്നിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ലേ, അതിന്റെ ഹെഡിങ് കൊടുക്കാൻ പറയില്ലേ, അതിന്റെ പേരാണ് പാരഫ്രൈസിംഗ്. അത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാനല്ല, ഇത്തരം വായനകൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ജോലിക്കും, ഏത് ഗവൺമെന്റ് ജോലിക്ക് പോയാലും നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാരഫ്രൈസിംഗ്. IASനും ചോദിക്കും. അതിനുള്ള പ്രാക്ടീസാണ് ഇംഗ്ലീഷിൽ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ അതിന്റെ കണ്ടന്റ് കൃത്യമായിട്ട് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പാരഫ്രൈസിംഗ് പഠിച്ചു. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പഠിച്ചാൽ ഇംഗ്ലീഷും മലയാളവും നല്ല ഭാഷ പഠിച്ചു, ട്രാൻസ്ലേഷൻ പഠിച്ചു, പാരഫ്രൈസിംഗ് പഠിച്ചു, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നാളെ ജനറൽ നോളജ് ആവും. അങ്ങനെ ചെയ്യാം. എന്താവണമെന്ന് ആഗ്രഹം? എന്താ PSC? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരണം. എന്താവണം? PSC. എന്താ PSC? എനിക്കറിയില്ല. എന്താണ് PSC? പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അത് കേരളം നടത്തുന്നതായാല് പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് യൂണിയൻ നടത്തുമ്പോൾ UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതാണ് IAS. അപ്പൊ നിങ്ങൾ കേരളത്തിൽ നിൽക്കണോ അല്ലെ യൂണിയനിൽ നിൽക്കണോ ആലോചിക്കാം. സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അല്ല, യൂണിയൻ ഗവൺമെന്റ്. ഡൽഹിയിൽ വെച്ച് നടത്തുന്ന എക്സാമിനേഷൻ UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ. അപ്പൊ PSC അല്ല നോക്കേണ്ടത്, അതിനേക്കാളും മുകളിൽ നോക്കണം. അതിനെയാണ് UPSC എന്ന് പറയാം. ഓക്കെ. അപ്പൊ UPSC പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ദാറ്റ് ഈസ് സിവിൽ സർവീസ്. വീട്ടിൽ തന്നെ നിന്നാ മതി, ജില്ല വിട്ട് പുറത്തു പോരും. പഞ്ചായത്ത്, അച്ഛന്റെ പഞ്ചായത്ത് വിട്ട് പുറത്തു പോരും. ഓക്കെ. ലോകം നന്നാവും. അപ്പൊ വിവാഹം കഴിക്കുന്നതും പണ്ട് അങ്ങനെ നിയമം ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കുന്നത് ഒരു പുഴ കടന്ന് അപ്പുറത്ത് പോയാൽ ജാതിന്ന് പുറത്താക്കുന്നു. ശ്രീനിവാസ രാമാനുജൻ മാത്തമാറ്റീഷ്യൻ കടൽ കടന്നു പോയാൽ അയാളെ ജാതിന്ന് പുറത്താക്കുന്നു പറഞ്ഞു. എന്നിട്ടും അയാൾ പോയി, മാത്തമാറ്റിക്സിനോടുള്ള ഇഷ്ടം കൊണ്ട്. ഇതാ UPSC, ഈ ബുക്കിൽ ആദ്യം എഴുതിയ വാക്കാണ് UPSC. എന്തെങ്കിലുമൊക്കെ വായിക്കുക, അപ്പോഴാണ് എന്ത് കിട്ടുക? ജനറൽ നോളജ്. എന്നിട്ട് എന്ത് ചെയ്യും? കേരളത്തിലെ ഏറ്റവും വലിയ അസുഖം എന്താ അറിയോ? ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു വിഷയം പഠിക്കും, എന്നിട്ട് UPSCക്ക് കോച്ചിങ്ങിന് പോവും. കോച്ച് വലിക്കുന്ന ഏറ്റവും കൂടുതലുള്ള സ്ഥലം കേരളമാണ്. എന്നിട്ട് അവിടെ പഠിപ്പിക്കുന്നവൻ ആരാന്നറിയോ? 10 പ്രാവശ്യം UPSC എഴുതി കിട്ടിയിട്ടില്ല അയാൾക്ക്. അപ്പൊ ഒരു പണിയും കിട്ടാത്തപ്പോൾ അയാൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരെ പഠിപ്പിക്കും. എന്ത് പഠിപ്പിക്കും? UPSC കോച്ചിങ്. എന്തുകൊണ്ടാണ് UPSC കോച്ചിങ് അയാൾ ചെയ്യുന്നത്? അയാൾ ഇതുവരെ ഒരു ജോലിയും കിട്ടാത്തതുകൊണ്ട്. ബാങ്ക് കോച്ചിങ് കൊടുക്കുന്നു. ആരാ ബാങ്ക് കോച്ചിങ് കൊടുക്കണേ? ഇതുവരെ ബാങ്ക് ജോലി കിട്ടാത്ത ആള്. ബാങ്ക് ജോലി കിട്ടുന്ന ആള് ബാങ്ക് ജോലിക്കല്ലേ പോവാ? യെസ് ഓർ നോ? അപ്പൊ ആരാ കോച്ചിങ് സെന്റർ നടത്തുന്നത്? കുറെ ഡോക്ടർമാരാക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ തൊട്ടടുത്ത്, ഇല്ലേ? കോച്ചിങ് സെന്റേഴ്സ്, വലിയ വലിയ കോച്ചിങ് സെന്റേഴ്സ്. ആരാ അവിടെ പഠിപ്പിക്കണത്? അവനോ ഡോക്ടർ ആവാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? മനസ്സിലാവണ്ട പറയണേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇപ്പൊ ഒന്നും വായിക്കില്ല, അവസാനം ഗ്രാജുവേഷൻ കഴിയുമ്പോ 7 കൊല്ലം കോച്ചിങ് സെന്ററിൽ പോയിട്ടുള്ള ആളെ എനിക്കറിയാം. 7 years കണ്ടിന്യൂസ് എക്സാം എഴുതി, ഒരിക്കലും കിട്ടിയില്ല. അപ്പൊ എന്നോട് എന്താ ചെയ്യണ്ടേ? ഞാൻ പുതിയ തുടങ്ങിക്കോ കോച്ചിങ് സെന്റർ ആണ് ഏറ്റവും നല്ല മാർക്കറ്റ്. അവന് ജോലി കിട്ടിയില്ല. ഇന്റർവ്യൂ, എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം? ആരാ ട്രെയിനിങ് കൊടുക്കുന്നത്? 100 ഇന്റർവ്യൂവിന് ഒരിക്കലും സെലക്ഷൻ ആയിട്ടില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും? എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് കോച്ചിങ്.
ഇങ്ങനൊന്നും പോയാൽ പോരാ. മതിയോ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നല്ല അപ്പോയിന്റ്മെന്റ് കിട്ടും. അതാണ് വേണ്ടത്. അപ്പോഴും അപ്പോയിന്റ്മെന്റ് വേണോ ഡിസപ്പോയിന്റ്മെന്റ് വേണോ? അപ്പൊ നിന്ന് നിർത്താം. അത് കിളികളുടെ സ്വഭാവം. വായ തുറന്ന് വർത്താനം. എന്താ പേര്? എന്താ ചിന്മയി എന്ന അർത്ഥം? എല്ലാവരുടെ മനസ്സിൽ, എല്ലാവരുടെയും ചിത്തിൽ ചിത്തിൽ നിറഞ്ഞു. എവിടെ ചിത്ത്? മനസ്സുണ്ടോ? ഒരു നമ്പർ പറ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളൊന്ന് പോയിന്റ്. ടെൽ മീ സം നമ്പർ. 30-ലധികം, 50 താഴെ, 35. ഒന്ന് പറഞ്ഞാട്ടെ ഏതാ നമ്പർ എന്ന്. അവിടെ കൺഫ്യൂഷൻ ആക്കിയ ആളല്ലേ. എവിടുന്ന് വേണം കണ്ണ? ഞാൻ എണ്ണുന്നത് അങ്ങനെയാണ്. പിന്നെ ഗേൾസ് ആണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ബോയ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എണ്ണും, തിരിച്ചങ്ങനെയാണെങ്കിൽ തിരിച്ചെണ്ണും. അങ്ങനെ ചെയ്തു. അപ്പോൾ യു ഷുഡ് കൗണ്ട് ഇൻ സച്ച് എ ഫാഷൻ. 35 എവിടെ വരണം? ബോയ്സിൽ എൻഡ് ചെയ്യണം. ഒരു റോയിൽ എത്ര പേരുണ്ട്? 13. 13 × 3 39. 39. ഓക്കെ, 39 എൻ്റെ ഇവിടെ ആയാൽ എനിക്ക് എന്ത് ചെയ്യാം? 35 വേഗം പിടിക്കാം. 39, 38, 37, 36, 35. Go. ശരിക്ക് പറഞ്ഞാട്ടെ, ഞാൻ ഈ പറഞ്ഞ ഇയാൾ തന്നെയാണോ ഉദ്ദേശിച്ചത്? ഇവിടെ വന്നിട്ട് ഒന്ന് കൗണ്ട് ചെയ്താട്ടെ. ഇതാണ് 13, 26, 39, 39, 38. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഒരാൾ കൗണ്ട് പറഞ്ഞാൽ അത് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോലുള്ള ഇല്ല. അപ്പൊ അടുത്ത ആള് പറഞ്ഞു ഇയാളാണെന്ന്. എന്നാ ശരി. Yeah, come on. What did you learn? എന്താ പേര്? Srihari. Introduce. I am Srihari. I completed a 10th grade in Arvind Vidya Mandiram. Priority statement of purpose. അത് പഠിച്ചു. എന്താ എഴുതിയത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസിൽ? Don't spend any time, invest in time. Future plans എല്ലാം ഒരു ചോദ്യം. നമ്മുടെ കരിയറിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റായിട്ട് ഏതാ എടുക്കുക, ചൂസ് ചെയ്യാൻ. ഗുഡ്. ഇയാളുടെ ചോദ്യം കരിയറിൽ അല്ലേ? എന്താ ചോദിച്ച മോനെ? ഉറക്കെ പറയുള്ളൂ. അല്ല, ഒന്നുകൂടി ആ ഫുൾ ചോദ്യം. കരിയറിൽ ആണോ? പറയൂ ഉറക്കെ. ആദ്യത്തെ വാക്ക്. എന്തിൽ ഓപ്ഷൻസ് ഉണ്ട് കരിയറില്? സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ സീരിയസ് ആയിട്ടാ ചെയ്യണത്. ഐ ആം ഡൂയിങ് എ ജോബ് സീരിയസ്ലി. ഞാൻ വെറുതെ വന്നല്ല ഹൈദരാബാദ്. നിങ്ങൾക്ക് തമാശയാണെങ്കിൽ ഞാൻ വിട്ടുപോകും. ഞാനിവിടെ വന്നിട്ടുള്ളത് സീരിയസ് ആയിട്ടുള്ള പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചോദിക്കുന്നത് കറക്ഷന് വേണ്ടിയിട്ടാണ്. സിറ്റ് ഡൗൺ. അവിടെ ഇരിക്കുക. അതിൽ ഏറ്റവും തമാശ തോന്നിയത് ഇയാൾക്കാണ്. അതൊന്ന് എന്നിട്ട് പറയും. എന്താ എങ്ങനെയാ ചോദിക്കേണ്ടത്? കറക്റ്റായിട്ട് ചോദിക്കേണ്ടത്. അയാൾ ചോദിച്ചത് തെറ്റാണെങ്കിൽ കറക്റ്റായിട്ട് ചോദിക്കേണ്ട വഴിയൊന്ന് പറയും. ഫുൾ ക്വസ്റ്റ്യൻ എന്താണ്? അല്ല, എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയും. യു റിപ്പീറ്റ് ഇറ്റ് ഇൻ യുവർ സ്റ്റൈൽ. അപ്പൊ അത് ശ്രദ്ധിക്കല്ലേ വേണ്ടത്. ബാക്കോട്ട് നോക്കി ചിരിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം?
അപ്പൊ ശ്രദ്ധയാണ് വേണ്ടത്. അപ്പൊ അയാളോട് ഞാൻ ചോദിക്കുമ്പോൾ അത് ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് അയാളുടെ ചോദ്യം എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ യു ആസ്ക് ദ ക്വസ്റ്റ്യൻ ഫുൾ. ആ ക്വസ്റ്റ്യൻ ഫുൾ ചോദിക്കണം. സെന്റൻസ് ഫുൾ ആണ്, അതിനാണ് എഴുതാൻ പറയുന്നത്. കാരണം എഴുതുമ്പോൾ ക്ലാരിറ്റി വരും. സോ ആസ്ക് മീ ദറ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? Yeah. How to choose? ഞാൻ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളും ആ ക്വസ്റ്റ്യൻ എഴുതണം. അപ്പോഴേ എൻ്റെ ആൻസർ അതിനകത്ത് വരുള്ളൂ. അത് തെറ്റായൊരു ചോദ്യമാണ്. കേരളത്തിലെ പല സ്കൂൾസും നടത്താറുള്ള ഒരു പരിപാടിയാണ് കരിയർ കൗൺസിലിംഗ്, കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസ്. ആണോ അല്ലയോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിക്ഷണറി എടുത്തിട്ട് മീനിങ് നോക്കണം ഓരോ വാക്കിന്റെയും. ആ മീനിങ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും തെറ്റാണ്. വലിയ പാപ്പരത്താണ് നിങ്ങളുടെയൊക്കെ നോളജ് എന്ന് പറയുന്നത്, വലിയ പാപ്പരത്താണ്. ഇനിയിപ്പോ ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിൽ 1-2 പേരെ കുറച്ച് ഒരു ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാമെന്ന് വരെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ 10 വർഷം മുമ്പ് ഇവിടെ 10 ദിവസം ക്ലാസ് എടുത്ത ആളാണ്. പക്ഷെ എനിക്ക് നല്ല ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഐ ആം സീയിങ് ഇറ്റ് ഹാസ് ഗോൺ ടോട്ടലി ഡൗൺ. അതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ളവർ മാത്രം ഇരിക്കുക. ഡോണ്ട് മേക്ക് ഫൺ. ഞാൻ ഓരോ വാക്കും ചോദിക്കുന്നത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ 10 പേരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. 60 പേരെ കണ്ടതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം 6000 പേർക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്. നിങ്ങളെപ്പോലെ ഹാഫ് ഡേ ക്ലാസ് എടുത്തതിന് 1 ലക്ഷം രൂപ 20 വർഷം മുമ്പ് എനിക്ക് ഫീസായിട്ട് കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ വളരെ സീരിയസ് ആയിട്ട് കാര്യം ചെയ്തതാണ്. കരിയർ എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത്. കരിയർ എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറുന്നതിനെയാണ് കരിയർ എന്ന് പറയുന്നത്. ഐ ബിൽഡ് മൈ കരിയർ. ആദ്യം കിട്ടുന്നത് ജോബാണ്. ജോബ് ഇല്ലാത്തവനെ എങ്ങനെ കരിയർ കിട്ടും? അപ്പൊ കരിയർ അല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഐ ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഇൻ മൈ ജോബ്. ഹൗ ടു ചൂസ് ദാറ്റ് ഓപ്ഷൻ? ആ ജോബിലേക്കുള്ള വഴിയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ. അപ്പൊ ആദ്യം എന്താ വേണ്ടത്? 10ാം ക്ലാസ്സുകാരനും 12ാം ക്ലാസ്സുകാരനും ഏതിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്? കരിയറിനല്ല, തെറ്റ്. അത് ജോബുള്ള ആളാണ് നോക്കേണ്ടത്. ജോബിനല്ല, അതും തെറ്റ്. പഠനമാണ് വേണ്ടത്. കുറേ കോഴ്സുകളുണ്ട്. ഡോക്ടർ TPS ബിടെക്കിലുള്ള ഓരോ കോഴ്സുകളും നിങ്ങൾ നോക്കുക. മെക്കാനിക്കൽ, സിവിൽ, MBBS, BDS, മൈക്രോബയോളജി, ബയോടെക്നോളജി, ഓരോ സബ്ജക്റ്റും എടുത്തിട്ട് നിങ്ങൾ ഇന്ന് നോക്കണം. ഓരോ +1 +2 റിസൾട്ട് വരുമ്പോഴും ഗ്രാജുവേഷൻ റിസൾട്ട് വരുമ്പോഴും ഇന്ത്യയിലെയും കേരളത്തിലെ വിശിഷ്യ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ഏതാ പഠിക്കേണ്ടത്. 10ാം ക്ലാസ് വരെ നിങ്ങൾക്ക് കുറേ സബ്ജക്റ്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഏതൊക്കെയുണ്ട്? മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, മലയാളം, കുറേ സബ്ജക്റ്റുകളുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഒരു ബഫേ പോലെ കുറേ സംഭവങ്ങൾ സദ്യക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോ പ്ലേറ്റിൽ നിന്നും എടുത്തിട്ട് കുറച്ച് കുറച്ച് കഴിച്ചു നോക്കിയിട്ട് അവസാനം വന്നിട്ട് പറയാണ് എനിക്ക് ഈ ഭക്ഷണമാണ് ഇഷ്ടം. ഈ ലെവലിൽ നിങ്ങൾക്ക് വേണ്ടത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഞാനത് എൻ്റെ കഥയായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കഥ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഞാൻ അന്ന് തീരുമാനിച്ചത് സയന്റിസ്റ്റ് ആവണമെന്ന് വിചാരിച്ചിട്ടൊന്നും പഠിക്കുന്നതല്ല. പ്രസിഡന്റ് ആവണമെന്ന് വിചാരിച്ചിട്ട് ആരും പ്രാക്ടീസ് ചെയ്യാറൊന്നുമില്ല. പ്രൈം മിനിസ്റ്റർ ആവണമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഒരു വിഷയം പഠിക്കാറുണ്ടോ? ഇല്ല. ജോബ് കിട്ടുന്നതും നമ്മൾ പണി ചെയ്യുന്നതൊക്കെ വേറെ പണി. വ്യത്യസ്തമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ഏതാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അത് തീരുമാനിക്കാനാണ് നിങ്ങൾക്ക് കഴിയുന്നത്. അത് 10ാം ക്ലാസ് വരെ എത്തുമ്പോൾ എനിക്ക് ഇന്ന് അസുഖമുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ഡോക്ടറാവും. ഒരു അസുഖമൊന്നും ഇല്ലാത്ത ആൾ ഡോക്ടറാവാൻ പാടില്ല. ഇപ്പോൾ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ബയോളജി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ +1 +2 ബയോളജി മാത്രം പഠിക്കാൻ പറ്റില്ല.
കെമിസ്ട്രിയും ഫിസിക്സും മാത്സും പഠിക്കണം. എനിക്ക് കൊമേഴ്സ് ഇഷ്ടമാണ്, കാരണം അക്കൗണ്ട്സും ഫിനാൻസും ഒക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ആ വിഷയം പഠിക്കണം. അത് കഴിഞ്ഞാൽ അവിടെ എന്ത് ജോലി കിട്ടാൻ പോകുന്നുള്ളത് കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. എനിക്ക് മാത്സ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മാത്സ് പഠിക്കണു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എഞ്ചിനീയറിംഗിൽ കുറെ ഡിഫറെന്റ് സബ്ജക്റ്റുകൾ. ഞാൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. സോ ഐ റൺ എൻ എഞ്ചിനീയറിംഗ് കോളേജ്. 1000-ലധികം എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. വ്യത്യസ്തമായ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ വരുന്നവരോടും ചോദിക്കും. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയോട്, എന്തിനാ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്? അമ്മ പറഞ്ഞിട്ട്. എന്താ അമ്മ സിവിൽ എഞ്ചിനീയർ ആണോ? അല്ല. ആരെ? ഏതോ ഒരു അയൽവാസിയുടെ ആരോ സിവിൽ എഞ്ചിനീയർ ആണ്, അയാൾ വലിയൊരു വീട് വെച്ചിട്ട് കണ്ടു, അതുകൊണ്ട് എഞ്ചിനീയർമാരായാൽ അങ്ങനെ വലിയ വീട് വെക്കാം. നല്ല കാര്യമുണ്ടോ? ദാറ്റ്സ് നോട്ട് വാട്ട് ഈസ് ടു ബി ഡൺ. നിങ്ങൾ ബിസിനസ്സുകാരനാവണം, അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ? MBA പഠിച്ചതുകൊണ്ട്, ഞാൻ MBA പ്രൊഫസറായിരുന്നു, മാനേജ്മെന്റ് പ്രൊഫസർ ഇൻ എ കോളേജ്. എന്ന് വെച്ചിട്ട് എനിക്ക് ബിസിനസ് അറിയാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും? പറ്റില്ല. അത് വേറൊരു ട്രേഡാണ്. MBA പഠിച്ചത് കൊണ്ട് ബിസിനസ്സുകാരനാവണമെന്നില്ല. അപ്പൊ പഠിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. ചിലപ്പോൾ IAS ആവണം എന്ന് വിചാരിച്ചിട്ട് IAS പഠിക്കുന്നില്ലല്ലോ. സോ യു സ്റ്റഡി സംതിങ് എൽസ്, ബിക്കം സംതിങ് എൽസ്. അത്യാവശ്യമായിട്ട് വേണ്ടത് എനിക്ക് ഇൻട്രസ്റ്റ് ഇൻ സം സബ്ജക്ട്. അപ്പൊ അത് പഠിച്ചാൽ എനിക്ക് അതിൽ എന്തൊക്കെ ആവാൻ പറ്റും എന്നുള്ള ഓപ്ഷൻസ്. കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും കുറെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ചൂസ്. ഇപ്പൊ മെഡിക്കൽ സയൻസ് പഠിച്ചു, ഡോക്ടർ ആവണമെന്നില്ല, പ്രാക്ടീസ് ചെയ്യണമെന്നൊന്നുമില്ല, റിസർച്ച് ചെയ്യാം. എല്ലാവർക്കും എല്ലാ ജോലിയും കിട്ടണം. ഇപ്പൊ മാത്സ് പഠിച്ചതുകൊണ്ട് ഞാൻ സ്പേസ് സയന്റിസ്റ്റ് ആവുമെന്ന് വിചാരിച്ചതല്ല, ഏതെങ്കിലും കോളേജിൽ പ്രൊഫസർ ആവുമെന്ന് വിചാരിച്ചാൽ. പക്ഷെ ആ സമയത്ത് ഒരു അഡ്വർടൈസ്മെന്റ് വന്നു, കിട്ടി. അപ്പൊ അതുകൊണ്ട് സബ്ജക്ട് പഠിക്കുന്നതും ജോലിയും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവണമെന്നില്ല. ആ ബന്ധം ഉണ്ടുള്ളത് ആ സബ്ജക്റ്റിൽ ചിലപ്പോൾ പ്രൊഫസർ ആവാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ ടീച്ചർ ആവാൻ പറ്റിയാൽ ഫാന്റാസ്റ്റിക്. ഇനി ആ ഇഷ്ടം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് ഇഡ്ഡലി ഇഷ്ടമാണ്. എന്താ കാരണം? അമ്മ എല്ലാ ദിവസവും ഇഡ്ഡലിയാണ് ഉണ്ടാക്കി തന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വേറൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ, മെക്സിക്കൻ ഫുഡ് കഴിച്ചിട്ടില്ല, ശരിക്കുള്ള ന്യൂഡിൽസ് ചൈനീസുകാർ ഉണ്ടാക്കിയത് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം ഈ സബ്ജക്റ്റ് ആവാൻ കാരണം തന്നെ അത് അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാണ്. വ്യത്യസ്തമായിട്ട് പഠിപ്പിച്ചാലോ നിങ്ങളത് ഇഷ്ടപ്പെട്ടേനെ. അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ഇഷ്ടം പോലും നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഇപ്പോഴുള്ള ടീച്ചേഴ്സ് അതിനനുസരിച്ച് മാറും. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച ക്ലാസ്സുകൾ, ആ കുട്ടികളെ അതുവരെയും പറയും, ഓ ഇംഗ്ലീഷ്, ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. എന്താ കാരണം? അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഡ്രാമയിലൂടെയാണ് പഠിപ്പിക്കുക, കഥ പറയുന്ന പോലെയാണ് പഠിപ്പിക്കുക. ഞാൻ മാത്സ് പഠിപ്പിച്ചാലും കുട്ടികൾ പറയും മാത്സ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട്. മാത്സിലൊക്കെ തോറ്റിട്ട് എൻ്റെ വീട്ടിൽ 10 ദിവസം ക്യാമ്പിന് വന്നിട്ടുള്ള ആളുണ്ട്. തോറ്റു, പാളീസായി. എന്നിട്ട് അച്ഛനും അമ്മയും പറഞ്ഞു 11th ഉം 12th ഉം ഇത് വിട്ടിട്ട് സോഷ്യൽ സയൻസ് എടുത്തിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് 11th ഉം 12th ഉം പാസ് ആവട്ടെ എൻ്റെ മോൻ. അങ്ങനെ 10 ദിവസത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞേക്കും. ആ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ജീവിതത്തിൽ എന്താണ്, എനിക്കൊരു മാത്സ് പ്രൊഫസർ ആണ്. 10 ദിവസം കൊണ്ട് അവൻ്റെ മാത്സ് മാറ്റിക്കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫുഡ് ഉണ്ടാക്കുന്നത് പോലെ, അത് ഇഷ്ടപ്പെടുന്നത് പോലെ നല്ലപോലെ വിഷയം പഠിപ്പിച്ചാൽ നിങ്ങളെ മാറ്റാൻ പറ്റും. പക്ഷെ അതിന് ആദ്യം വേണ്ടത് ഇൻട്രസ്റ്റ്, സീരിയസ് ആണ്. ആ സീരിയസ്നെസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ്. ഒരാളും നാളെ വരണമെന്നില്ല, ഉച്ചയ്ക്ക് ശേഷം ഇരിക്കണം എന്നില്ല. പക്ഷെ വെൻ യു ആർ ഹിയർ കീപ് റൈറ്റിംഗ്. അതാണ് ഞാൻ ആകെ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത്. പിന്നെ രണ്ടാമത് വളണ്ടിയർലി യു ഷുഡ് കം. നിങ്ങൾ വരാത്തത് കൊണ്ടാണ് ഞാൻ നമ്പർ പറഞ്ഞിട്ട് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോഴും അതൊരു തമാശയാണ് നിങ്ങൾക്ക്. നിങ്ങൾ ആ ഒരു സ്വഭാവം ഇല്ല, സ്റ്റേജിൽ വന്ന് വിളിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക, എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് വരാത്തത്. പക്ഷെ ചില കോളേജിലൊക്കെ ഉണ്ട്, ആലപ്പുഴയിൽ തന്നെ ഒരു കോളേജ് ഉണ്ട്, സ്റ്റേജിൽ വരൂ എന്ന് പറയുമ്പോഴത്തേക്കും പകുതി ആൾക്കാരും വന്ന കോളേജുകൾ. അതില്ലാത്ത സ്ഥലമുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, ആലപ്പുഴ ഫസ്റ്റ് ഡേ കോളേജിൽ ആലപ്പുഴയിലെ കോളേജിൽ കുട്ടികളെ കാണാം, സ്റ്റേജ് ഫുൾ കുട്ടികളെ. ഇതേ സ്ഥലത്ത് അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ടെമ്പോ ഹാസ് ടു ചേഞ്ച്. കുറച്ച് സീരിയസ് ആവുക. ഞാൻ പറയും വരും എന്ന് പറയുമ്പോൾ ഒട്ടനെ ചാടി വരുന്ന ആൾക്കാരാണ് ഉണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ ഐ ജസ്റ്റ് ഗോ. അങ്ങനെ കേരളത്തിൽ എനിക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കാണാനും, വേറെ ഇഷ്ടം പോലെ പണിയില്ല.
ഒരാൾ വന്നിരിക്കുന്നുണ്ട്, ഇടുക്കിയിലേക്ക് വരുമോ എന്ന് വെച്ചിട്ട്. അല്ലേ, ഗോ ഫോർ സൈറ്റ് സീയിങ്. ഒരു കുഴപ്പമില്ല, ഇന്നോടെ ക്യാൻസൽ ചെയ്ത് പോകും. താല്പര്യം ഉണ്ടെങ്കിൽ യു ഷുഡ് കം. ലെറ്റ് മീ സി ഹൗ മെനി ഓഫ് യു വിൽ കം. 6 ഞാൻ ഇപ്പൊ 1 മണിയായി, ക്ലാസ് നിർത്താറായി. ബട്ട് ഐ വാണ്ട് ടു ജസ്റ്റ് ടെസ്റ്റ്. ഞാൻ ഈ പറഞ്ഞതിന് ടെസ്റ്റിന് വല്ല ഡോസിന് വല്ല ഗുണമുണ്ടോ എന്ന് അറിയാം. ഞാനിപ്പോ നമ്പർ കൗണ്ട് ചെയ്യും, 6 മുതൽ 0 വരെ. ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ഇന്ററാക്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, യു ഷുഡ് ബി ഓൺ സ്റ്റേജ്. ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവർ മുകളിലേക്ക് കയറി വരിക. 0 ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് അങ്ങനെയാണ്, ചാടി ഓടുക ചെയ്യും. 5 4 3 2 ഞാൻ ആദ്യം ആർക്ക് ചോദ്യം ചോദിക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരേണ്ടവരായിരുന്നു. മനസ്സിലായോ? അത് നിങ്ങൾ തയ്യാറല്ല. അപ്പൊ ഇനിയെങ്കിലും എന്ത് ചെയ്യണം? ഞാൻ ഈ നമ്പർ വിളിച്ചിട്ട് 25 ആണോ 32 ആണോ, ഞാനല്ല ഇവനല്ല, ഞാനെന്തിനാ നിങ്ങൾ അങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടിരുന്നത്? വല്ല ആവശ്യമുണ്ടോ? നിങ്ങളുടെ മനോജ് ജി എൻ്റെ ഒരു പ്രഭാഷണത്തിന് വന്ന സമയത്ത് കണ്ടിട്ട് പറഞ്ഞു, അരവിന്ദ വിദ്യാമന്ദിരം ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കാൻ പറ്റുമോ? 10 കൊല്ലത്തിന് മുമ്പ് വന്നല്ലേ, പിന്നെ വന്നിട്ടേ ഇല്ല ഇവിടെ. അങ്ങനെയാണ് ഞാൻ വന്നത്. ഒരു ഡിമാൻഡും വെച്ചിട്ടില്ല. എത്ര കാശ് തരുന്നു ഞാൻ ചോദിച്ചിട്ടില്ല. എൻ്റെ ഫ്ലൈറ്റ് ഫെയർ ഞാൻ കാശ് കൊടുത്തിട്ട് കാശ് കൊടുത്താണ്. മനസ്സിലാവുന്നുണ്ടോ? വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത്. ഐ ഷുഡ് സീ ദറ്റ് റെസ്പോൺസ് ഇൻ യു. ആ റെസ്പോൺസ് ഉണ്ടെങ്കിൽ അത് ഞാൻ നല്ല ബോറിംഗ് ആയിരുന്നു ഇന്ന്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലാതാണ്. കാരണം നിങ്ങൾ ആരോ തള്ളി വിട്ട് പറഞ്ഞോട്ട് നിങ്ങളുടെ കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെയാണ് ആക്കിയത്. അവിടെ നിന്നൊരു മാറ്റം ഉണ്ടായിട്ട് നിങ്ങൾ വളരെ ഫ്രഷായി നല്ല എനർജിയോട് കൂടി ആക്റ്റീവായിട്ടിരിക്കും. യു സീ മൈ ക്ലാസ്. നിങ്ങൾ എത്ര പേര് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് പറ? വന്നത് എന്തിനാ അറിയോ? എവിടുന്നാ വന്നത്? എന്തിനാ വന്നറിയോ? എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ കാണണം എന്ന് പറയും. അവര് വന്നത് എവിടുന്ന? പത്തനംതിട്ട. എന്തിനാ വന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പ്രഭാഷണത്തിന് വന്ന സമയത്ത് അവിടത്തേക്ക് തപ്പിപ്പിടിച്ചു വന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട്. എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണം. ഇയാള് സിവിൽ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടറാണ്. നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല. ലെറ്റ് മീ സീ ഹൗ ഡു യു ചേഞ്ച്. റൺ. അവസാനം ഇരിക്കുന്ന ആ കടി കിട്ടും. ചലോ റൺ. അടികിട്ടും അവസാനിക്കുന്ന ആക്ക്. അപ്പൊ നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ പറ്റുന്ന വിദ്യകൾ മനസ്സിലായില്ലേ? ഞാനിത് പറഞ്ഞില്ല എന്ന് വിചാരിക്കേ, പോയി ഇരുന്നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പോവാ? അതൊക്കെ നടക്കും. ഡോണ്ട് ഡു ദാറ്റ്. നിമിഷം ജ്വലിതം ശ്രേയം. ചൊല്ല് ഉറക്കെ. നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയുതും ചിരം. ഒരിക്കലും പുകഞ്ഞു ജീവിക്കരുത്. എങ്ങനെ ജീവിക്കണം? കത്തി ജ്വലിക്കണം. യു ഷുഡ് ഹാവ് ദറ്റ് എനർജി. ആ എനർജി ഉണ്ടാവുമ്പോഴേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെ പോണം എന്നുള്ളതിനേക്കാളും കൂടുതൽ ആവശ്യം എന്തായാലും ചാവുന്നവരെ ജീവിക്കൂലേ? അങ്ങനെ വെറുതെ അങ്ങോട്ട് ജീവിച്ചിട്ടെന്താ കാര്യം? എന്ത് ജോലി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ഞാൻ ഓരോരാളെയും ഇങ്ങനെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് ചെയ്യാൻ പറ്റും. അതിപ്പോ എനിക്ക് എല്ലാവരും ചെയ്യാം. ഓരോരാളും 1 2 3 4 അങ്ങനെയാണ് ടീച്ചർമാരൊക്കെ ചെയ്യുന്നത്. ഞാൻ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത്, റാൻഡം ആണ്. അങ്ങനെ എല്ലാവരെയും വിളിക്കാം. ഞാനിപ്പോ എന്തിനാ ചെയ്യണേ? മനസ്സിലാവുന്നു? നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുമ്പോഴാണ് അതിനെന്തുണ്ടാവുക. അപ്പൊ എന്തെങ്കിലും ഒരു ജോലി എന്നുള്ളതല്ല, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആ തീരുമാനം നിങ്ങളിൽ ഉണ്ടാവേണ്ടതാണ്.
എനിക്കിഷ്ടമുള്ളൊരു പണി ടീച്ചിങ് ആയിരുന്നു, പക്ഷെ ഞാൻ സയന്റിസ്റ്റ് ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്തു? സയന്റിസ്റ്റ് ആവുമ്പോഴും പാരലലി ടീച്ചിങ് ചെയ്തു. അതുകൊണ്ട് ലോകത്തിൽ ഇത്രയും കൂടുതൽ ടീച്ചേഴ്സിനെയും കുട്ടികളെയും പാരൻസിനെയും പഠിപ്പിച്ച ഒരാളുണ്ടാവില്ല. ഞാൻ 1 മില്യൺ ഇതിലധികം ടീച്ചേഴ്സ്. ആരൊക്കെയാ പഠിപ്പിച്ചത്? ടീച്ചേഴ്സ്, പാരൻസ്, സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് എൻ്റെ പേര് TPS. ഏതൊക്കെ വിഷയമാണ്? യു നെയിം എനി സബ്ജക്ട്. ഇപ്പൊ നിങ്ങൾ മൈക്രോബയോളജി, ഞാൻ മൈക്രോബയോളജി പഠിപ്പിക്കാറുണ്ട്, ബയോടെക്നോളജി പഠിപ്പിച്ചിട്ടുണ്ട്, ബയോ കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുണ്ട്, മാത്സ് പഠിപ്പിച്ചിട്ടുണ്ട്, ഫിസിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, MBBS കഴിഞ്ഞ് MDക്കും MS-നും പോകുന്നവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതാണ് വിഷയം എന്നുള്ളതല്ല. ഞാനൊരു സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ ഏത് റൂട്ടിൽ ഓടിക്കാൻ പറ്റണ്ടേ? ഈ റോഡിൽ മാത്രമേ ഞാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാവുക? അപ്പൊ നിങ്ങൾ നാളെ സിവിൽ സർവീസ് കഴിഞ്ഞ് IAS കഴിഞ്ഞു എന്നായിരിക്കും. ഒരു ദിവസം നിങ്ങൾ കളക്ടർ ആയിരിക്കും, നാളെ സെക്രട്ടറി ആയിട്ട് പോകുന്നത് എവിടെയായിരിക്കും? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ. മറ്റന്നാൾ നിങ്ങൾ എന്താവും? ട്രാൻസ്പോർട്ടിലിടും. പിന്നെ എന്തിടും? നേരെ പിടിച്ച് ട്രേഡിലായിരിക്കും. അത് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യും. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിങ്ങളെ പോസ്റ്റ് ചെയ്യാം. ഏത് കരിയർ എന്ന് ചോദിച്ചാൽ ഏത് ജോബാന്ന് പറഞ്ഞാൽ ഏത് ജോലിയാ ചെയ്യുന്നതല്ല, എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്ന ആളാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് ഉണ്ടാകുന്നത്. ഞാനൊക്കെ കോളേജിൽ പ്രൊഫസറാകുന്ന സമയത്ത് പ്രൊഫസർ എന്നുള്ള വേക്കൻസി ഉള്ളൂ. ഏതാണ് ഡിപ്പാർട്ട്മെന്റ് അതെനിക്ക് ഇഷ്ടമുള്ള ഞാൻ പഠിപ്പിക്കുന്നു. അപ്പൊ മിക്കവാറും വിഷയങ്ങൾ ഞാൻ പഠിപ്പിച്ചു. അപ്പൊ യു ഷുഡ് ഹാവ് ഇൻട്രസ്റ്റ് ഇൻ എവറിത്തിങ്, യു മസ്റ്റ് ലേൺ എവറിത്തിങ്. അതാണ് നിങ്ങളുടെ ഈ ഒരു പ്രായം. 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാ വിഷയവും ഒരേപോലെ നിങ്ങൾക്ക് അറിയണം, അതിൽ താല്പര്യം ഉണ്ടാവണം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡും കൂടണം. ഞാൻ നിർബന്ധിച്ച് നിങ്ങളുടെ ചെയ്യുന്ന പോലെയല്ല, നിങ്ങൾക്ക് വളണ്ടിയർ ആയിട്ട് കുറെ ചോദ്യങ്ങൾ ഉണ്ടാവണം. അതിനാണ് എഴുതാൻ പറഞ്ഞത്. അതിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ കറക്റ്റ് ചെയ്യുന്നത് അതില്ലാണ്ടിരിക്കാനും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എവ്രി വൺ ഇന്ന് പോയിട്ട് യു മസ്റ്റ് സീ നിങ്ങളുടെ ഇഷ്ടമുള്ള വിഷയങ്ങളിൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, വീഡിയോസ് കാണാം, ആളെ കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ മെസ്സേജ് ആദ്യം വരികയാണെങ്കിൽ എനിക്കറിയാം ആക്റ്റീവ് ആണ്, അതല്ല. പക്ഷെ അങ്ങനെ പാടില്ല. യു മസ്റ്റ് ചേഞ്ച് ഫ്രം ടുഡേ. അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം. ഇനി നിങ്ങൾ ഇപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് കഴിഞ്ഞു, ഓ ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്, വളരെ ഇൻട്രസ്റ്റിങ്ങും എൻജോയ്മെന്റും ഒന്നും അല്ല ഞാൻ ചെയ്തത്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം ചെയ്തു. പക്ഷെ അത് ഇന്നിപ്പോ എൻജോയ്മെന്റ് ആവില്ലെങ്കിലും നാളെ നിങ്ങളെ ബെനിഫിഷ്യൽ ആവും, ഉറപ്പാണ്. അല്ലെങ്കിൽ ഗൾഫിലൊക്കെ എല്ലാ സ്കൂൾസിലും, ഞാൻ പോവാത്ത രാജ്യങ്ങളില്ല ഗൾഫിൽ, ഇന്ത്യൻ സ്കൂൾസുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും എല്ലാ ഇന്ത്യൻ സ്കൂൾസിലും പോയിട്ടുള്ള ഒരാളാണ്. 10ാം ക്ലാസ്സിലും നോർത്ത് ഈസ്റ്റില് അരുണാചൽ പ്രദേശ് അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം അവിടെയാണ്. 9ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് 10ാം ക്ലാസ്സിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഹൗ ടു പ്രിപ്പയർ ഫോർ യുവർ എക്സാംസ്, എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ, ഈസി ആയിട്ട് എങ്ങനെ മാർക്ക് മേടിക്കാം, എന്തൊക്കെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. അത് എന്ത് ചോദിക്കാൻ പറ്റും എന്ന് പറയുന്നത് ഇയാളോട് ഇന്ന് ചോദിച്ച ഉത്തരം പറയുന്ന അറിയണ്ടേ? അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് ഒരാളുടെ പേര് കിട്ടി, ഒരു നോട്ടീസ് കിട്ടി, ആരോ പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നു, ബസ് പോരാ. നിങ്ങൾ തന്നെ കുറെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുക. അപ്പൊ ഞാൻ അരവിന്ദ് വിദ്യാമന്ദിരത്തിൽ മുമ്പിൽ വന്നിട്ടുണ്ട്. എപ്പോഴാണ് വന്ന് കൃത്യം ഡേറ്റ് ഞാൻ പറയാം. 2015 ഏപ്രിൽ 6-ാം തീയതി ഞാൻ ഇവിടെ ഉണ്ടായി. 2015 10 കൊല്ലം മുമ്പ് ഞാൻ വന്ന ഡേറ്റ് ഞാൻ പറയാം. കുറെ തമാശയും കളികളും ആക്ടിവിറ്റിയും ഹോൾ ക്യാമ്പസിലാണ്. ഇറ്റ്സ് നോട്ട് എ ക്ലാസ് റൂം, ഹോൾ ക്യാമ്പസ് ആണ് നമ്മൾ ആക്ടിവിറ്റി നടത്തിയത്. അങ്ങനെ നടത്താം. ആ ഇൻട്രസ്റ്റ് നിങ്ങൾ ഉണ്ടാകുമ്പോഴേ നമുക്കും ആ ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ ഗെറ്റ് ഇൻ ടു ദറ്റ് ഒരു ആ ഗ്രൂവിൽ വരണം നിങ്ങൾ. യു മസ്റ്റ് ഷോ ദറ്റ് ഇൻട്രസ്റ്റ്. നോക്കട്ടെ എത്ര പേർക്ക് ഉണ്ടാവും. ലാസ്റ്റ് ഒരാൾക്കും കൂടി ഒരു ചോദ്യം ചോദിക്കാം. ലെറ്റ് മീ സീ ഹൗ മെനി എനിബഡി വാണ്ട്. വൺ ഗേൾ. ഞാൻ ഇപ്പൊ ബോയ് ആണ് തീർന്നത്. ദാറ്റ്സ് ഹൗ ഐ സെലക്ട്. 6 5 കം ഓൺ, കം ഫാസ്റ്റ്. ഓടി വരണം, അതാ വേണ്ടത്. ഞാൻ ആ പിന്നെയും നമ്പർ വിളിക്കാനുള്ള അവസ്ഥ വരരുത്. Introduce. My name is Devapriya B. Not Nair. my name. I'm Devapriya B. Nair. ഞാൻ ആധാർ കാർഡൊന്നും തരുന്നില്ല. ദേവപ്രിയ മതി. നായരാണോ? ഞാനും നായരാ. ഗ്ലോബൽ നായർ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നായരല്ല, ഞാൻ നമ്പ്യാരാ.
കണ്ണൂർ നായരില്ല, നമ്പ്യാർ. നായന്മാരൊക്കെ തെക്കുന്ന ഒന്നവരാ. ഓക്കെ. പക്ഷെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിന് വേണ്ടിയിട്ടാണ്. 100ാം വാർഷികത്തിന്റെ സമ്മേളനങ്ങൾ പല സ്ഥലത്തും ഞാനാണ് നടത്തിയത്. ഡൽഹിയിൽ ഞാനാണ് നടത്തിയത്. അതിനു മുമ്പ് നടന്നത് പോപ്പ്. ഇപ്പോൾ ഈ 1, 2, 3 തീയതികളിൽ ഞാൻ UK പോകേണ്ടതാണ്. ഞാൻ പോകുന്നില്ല. 28ാം തീയതി ഹിന്ദു മഹാസമ്മേളനം. ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് നടത്തുന്നത് SNDP ഗ്രൂപ്പുകാരാണ്. അതൊന്നും നായരും പണ്ടത്തെ കഥ. എന്താ പേര്? Devapriya. ആ, അത്രേ വേണ്ടു. പേര് പറയുമ്പോൾ ദേവപ്രിയ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. I completed my 10th from Crossroads Central School. എവിടെയാണ്? പാമ്പാടിയിൽ. Pambadi. എവിടെയാ പാമ്പാടി? ഞാൻ ഈ നാട്ടുകാരനെ അല്ല. സോ ഹൗ ഡു ഐ നോ വെർ ഇസ് പാമ്പാടി? കോട്ടയത്തിന് പോകുന്ന വഴി. കോട്ടയത്തിന് ഏത് ഭാഗത്തേക്കാ പോവാ? എൻ്റെ ജോബ് എന്ന് പറയുന്നത് മാപ്പിംഗ് ആണ്. എന്താണ്? നിങ്ങൾ ഇന്ന് ഗൂഗിൾ മാപ്പ് കാണുന്നില്ലേ? ആ ഗൂഗിൾ മാപ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് മിലിറ്ററിക്കാർക്ക് കൊടുത്ത ആളാണ്. കാർഗിൽ വാറൊക്കെ കേട്ടില്ലേ? അവർക്കൊക്കെയുള്ള മാപ്പ് ഞാനാ കൊടുത്തു. വീരപ്പനെ പിടിക്കാനുള്ള മാപ്പ് ഞാനാ കൊടുത്തു. ഓക്കെ. അപ്പൊ ഈ അപ്ലിക്കേഷനൊക്കെ മാപ്പ് കൊടുക്കുന്ന ആളാണ്. നമ്മൾ ആദ്യം അറിയേണ്ടത്, നമ്മൾ ജിയോഗ്രഫി പഠിക്കുമല്ലോ സ്കൂളിൽ. എന്തിനാ ജിയോഗ്രഫി പഠിക്കുന്നത്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നൊക്കെ പഠിക്കില്ലേ? അപ്പൊ ഞാൻ ഒരു കുട്ടിയോട്, ഒരു 10th പഠിച്ച ഒരാൾ, സോഷ്യൽ സയൻസ് പഠിച്ച ഒരാളോട് എവിടെയാണ് പാമ്പാടി എന്ന് വെച്ചാൽ കോട്ടയത്ത് പോകുന്ന വഴി നല്ല പറയേണ്ടത്. എന്ത് പറയണം? നോർത്ത് ആണോ, ഈസ്റ്റ് ആണോ, വെസ്റ്റ് ആണോ, സൗത്ത് ആണോ, ഇവിടുന്ന് എത്ര കിലോമീറ്റർ? 10 kilometers from here. North side of Pambadi. നോർത്ത് സൈഡ് ഓഫ് പാമ്പാടി. അങ്ങനെയാണ് പറയുന്നത്. മനസ്സിലായോ? സോ പാമ്പാടി സൗത്ത് ഓഫ് കോട്ടയം ഇത്ര കിലോമീറ്റർ. അങ്ങനെയാണ് റെഫറൻസ് പറയുക. എപ്പോഴും ആ അറിവിനെയാണ് നമ്മൾ ജിയോഗ്രഫിക്കൽ നോളജ് എന്ന് പറയുന്നത്. അത് മാറ്റർ ഓഫ് ഫാക്ട് എന്ന് പറയാം. എന്താ പറയാ? കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് പറയാം. ഓക്കെ, ചൽ. വാട്ട് ഡിഡ് യു ലേൺ? We can fit a Look lot, at it. Look at them. Yeah. we can do a lot of things within 24 hours. Yeah. Good knowledge. Yeah. Question. So how can we No, sir. maintain? എല്ലാവരും ഇങ്ങനെ കൈപിടിച്ച് സാർ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യണം? പറഞ്ഞ ഉടനെ കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് കുറെ ദൂരത്ത് കൊണ്ടുപോയിട്ട് ഫാസ്റ്റ് ആയിട്ട് അടുപ്പിക്കുക. പറഞ്ഞാൽ അബദ്ധത്തിൽ. How can we ഡോക്ടർ maintain? TPS. അഡ്രസ് ഡോക്ടർ TPS. Dr. TPS, how can we maintain a work-life balance in studies, and there are other things that we do in life, like hobbies and everything. How can we have a balance in it? അതാണ് ഞാൻ ആ പാത്രത്തിൽ ഇടാൻ പറഞ്ഞത്. ദ മേജർ ഗോൾ ഈസ് മൈ സ്റ്റഡീസ്, ജനറൽ നോളജ്, ഫൈൻ, മൈ പേഴ്സണൽ ടൈം. ബാക്കിയുള്ള സമയം എന്താണ്? ഐ ഹാവ് ടു സെൻഡ് എ മെസ്സേജ്, ഐ ഹാവ് ടു ടോക്ക് ടു പീപ്പിൾ. ഇതിനൊക്കെ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റില്ല. 100,000-ലധികം കോണ്ടാക്ട് ഉണ്ട്. അരവിന്ദ വിദ്യാമന്ദിരം മാത്രം നോക്കിയാൽ കുറെ കാണും. ഡൽഹി നോക്കിയാൽ ഒരു 100-200-ലധികം ഇപ്പൊ ഡയറക്റ്റ് കോണ്ടാക്റ്റിലവരെ കാണും. ബട്ട് വി ഡു. ഇന്ന് ഈ സമയം വരെയുള്ള 9:38 വരെയുള്ളത് ഞാൻ ഓൾറെഡി മെസ്സേജിന് മറുപടി അയച്ചു. ബാക്കിയുള്ളുണ്ട്. ഈ ഫോൺ മാത്രമല്ല, ആ ഫോണിലുണ്ടാവും. ഇതെല്ലാം കൂടി ഇതുവരെ ഞാൻ അയച്ച ഏതെങ്കിലും ഒരു മെസ്സേജിന് മറുപടി വരാണ്ടിരുന്നിട്ടുണ്ടോ? ഇമ്മീഡിയറ്റ് പോകും. അതിനായിട്ട് സമയം കണ്ടെത്തണ്ട. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെയ്യും. ഇഷ്ടം പോലെ കേൾക്കും. നിങ്ങളോട് ഞാൻ എഴുതാൻ പറയുന്നത് നിങ്ങളോട് മാത്രം എഴുതാൻ പറയുന്നതാണോ? അല്ല, ഞാനും എഴുതി പഠിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇതൊക്കെ നോട്ട് ഉണ്ടാക്കണത് അറിയ അല്ലേ? Yes. ഇനി അത് കഴിഞ്ഞിട്ടോ ഇതേപോലെ നോട്ട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു സാധനം എപ്പോഴും ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് പോക്കറ്റിൽ വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇരിക്കുകയാണ്, 2 മണിക്കൂർ കിട്ടും. ഇങ്ങനെ നോക്കി സമയം കളയില്ല. എന്ത് ചെയ്യും? ഇതൊന്ന് വായിക്കാനായിട്ട് ഇഷ്ടം പോലെ വലിയ ബുക്കുകൾ ചെറിയ നോട്ടാക്കിയിട്ട് കയ്യിൽ വെക്കും. ആർ യു ഗെറ്റിംഗ്? അപ്പൊ എങ്ങനെ സമയം എന്ന് പറയുന്നത്, യു ഡിസൈഡ് ഹൗ ഡു യു വാണ്ട് ടു ഇൻവെസ്റ്റ് യുവർ ടൈം. എൻ്റെ താല്പര്യങ്ങൾ
നോക്കുക, വായിക്കുക, പഠിക്കുക, നോട്ട് ഉണ്ടാക്കുക. യു ഷുഡ് കീപ് ഡൂയിങ് ഇറ്റ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കാണുന്നു എവിടെയെങ്കിലും, അത് ചെറിയ തമാശയുണ്ട്, ചിത്രവരയായിരിക്കും. ആ ചിത്രം വരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ? നമുക്ക് വായിക്കുക. Dr. TPS. സെൽഫ്, ഞാൻ എനിക്ക് തന്നെ മെസ്സേജ് അയച്ചിടും. എന്തിനാ? അത് മിസ്സാവാണ്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് അത് കാണും. എങ്ങനെയാണ് ആ ക്രാഫ്റ്റ്, എനിക്കിഷ്ടമുള്ള പണികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായിട്ടോ? അപ്പൊ യു കീപ് പോസ്റ്റിംഗ് ഇറ്റ് ടു യു സോ ദാറ്റ് യു ഡോണ്ട് മിസ് ഇറ്റ്. അങ്ങനെ ഓരോ സംഭവങ്ങളും നമ്മൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മിക്കവാറും സമയം കളയുന്നത്, ഒന്ന് അനാവശ്യമായിട്ടില്ല, രണ്ട് നിങ്ങൾ അരമണിക്കൂർ ഫോൺ ഉപയോഗിച്ചാൽ ആ അരമണിക്കൂർ നിങ്ങൾ നോട്ട് മേക്കിംഗ് ഹാബിറ്റ് ഉള്ള ആളാണെങ്കിൽ അതിൽ നിന്ന് ഒരു 10 സെന്റൻസും എഴുതാൻ പറ്റണ്ടേ? എഴുതിയില്ലെങ്കിൽ എന്താ അർത്ഥം? അതൊക്കെ വേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ അരമണിക്കൂർ കണ്ടാൽ എന്ത് ചെയ്യണം? കണ്ട സംഭവം ഉടനെ തന്നെ നോട്ട് ഉണ്ടാക്കിയിട്ട് കയ്യിൽ സൂക്ഷിക്കും. അപ്പൊ എന്തിനേ സമയം ചെലവഴിക്കാവൂ? വിച്ച് ക്യാൻ ബി റെക്കോർഡഡ്. അപ്പൊ അച്ഛനോടും അമ്മയോടും വെറുതെ അല്ല, ഞാനിതാ ഇത്രയും സംഭവം ഈ അരമണിക്കൂർ കൊണ്ട് മൊബൈൽ ഒന്ന് പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കും. ഡൺ, യുവർ ജോബ് ഈസ് ഡൺ. സോ യു നോ ഹൗ ടു ഇൻവെസ്റ്റ് ടൈം നൗ. നമുക്ക് എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന് മാത്രം ചെലവഴിക്കാം. അതാണ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്പെൻഡ്. ഏത് സംഭവവും, ഡോക്ടർ TPS കുക്കിംഗ് നോക്ക്, ഇഷ്ടമുള്ള പണിയാ കുക്കിംഗ്. പക്ഷെ അത് കുക്കിംഗ് മാത്രമല്ല, ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യും, അത് അയച്ചു കൊടുക്കും, അപ്ലോഡ് ഇറ്റ് ആൻഡ് കീപ് ഇറ്റ്. സോ ഐ നോ വാട്ട് ഐ എം ഡൂയിങ്. നിമിഷം എഴുതിയോ? നിമിഷം ജ്വലിതം ശ്രേയം, ഉറങ്ങിപ്പോയപ്പോ, നിമിഷം ജ്വലിതം ശ്രേയം നദു ധൂമയിത്തും ചിരം. ഓരോ നിമിഷവും ജ്വലിച്ച് ജീവിക്കാൻ. അപ്പൊ ഇഷ്ടം പോലെ സമയം കിട്ടും. പഠിക്കാനുണ്ടോ ഇല്ലയോ? കുറേ പഠിക്കാനുണ്ട്, കുറേ ചെയ്യാനുണ്ട്. അപ്പൊ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇൻട്രസ്റ്റും എൻ്റെ താല്പര്യവും എൻ്റെ സമയവും അനുസരിച്ച് ഞാൻ ഡു ഇറ്റ്. ഓക്കെ, 1:15 വിൽ ബ്രേക്ക്. 2 o'clock ബാക്ക്, 2 to 4. ഇത് കണ്ടിന്യൂ ചെയ്യില്ല, വിൽ ഡു സംതിങ് എൽസ്. എന്താ ചെയ്യാച്ച എനിക്ക് തന്നെ അറിയാം. ആ സമയത്ത് തോന്നുകയാണ്. ഇപ്പൊ രാവിലെ ഞാൻ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല വരും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാംസ് ആക്കി മാറ്റും. ഓ ഇത് ഇങ്ങനെയൊന്നും അല്ല ഞാൻ വിചാരിച്ചത്, അത് നിങ്ങളുടെ കുഴപ്പം. എന്താ കാരണം? ഇന്നതാണ് വേണ്ടത് എന്ന് നിങ്ങൾ പറയണമായിരുന്നു. അതിനുള്ള ഓപ്ഷൻസ് കുറേ തന്നു ഞാൻ, എന്താണ് വേണ്ടത്. നൗ യു ക്യാൻ തിങ്ക് ആൻഡ് കം ബാക്ക് ആൻഡ് ടെൽ ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്. ആ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. മൈ ടെലിഫോൺ നമ്പർ ഈസ് 950. ഒരാൾ എഴുതരുത്. സ്റ്റോപ്പ്, ഹോൾഡ് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്. ഒരു പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് എൻ്റെ 10 നമ്പറാണല്ലോ അല്ലെ ടെലിഫോൺ നമ്പർ, ആ 10 നമ്പറും ബൈഹാർട്ട് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ പ്രൂവ് ചെയ്തത്. റെഡി? ഒരു പ്രാവശ്യമേ പറയുള്ളൂ. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം റിപ്പീറ്റ് ചെയ്യാൻ കുറച്ച് സമയം തരും. ആദ്യം 3 നമ്പർ പറയും. ഒരാളും ചുണ്ടനക്കേണ്ട കാര്യമില്ല, മനസ്സിൽ പറയാം, സൗണ്ട് പുറത്തു വരണ്ട. റിപ്പീറ്റ് ഇറ്റ്. പിന്നെ 2 നമ്പർ, പിന്നെ 2 നമ്പർ, അല്ലെങ്കിൽ 3 നമ്പർ, പിന്നെ 2 നമ്പർ, ഇങ്ങനെയെങ്കിൽ ഞാൻ പറയും. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സമയവും ആദ്യം 3 പറഞ്ഞു, പിന്നെ 2 പറയുമ്പോൾ 5 നമ്പറും കൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് തരും. അത് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഞാൻ ഇടയിൽ വന്ന് ചോദിക്കും. പറഞ്ഞില്ലെങ്കിൽ എൻ്റെ 4 ഫിംഗർ നിങ്ങളുടെ ശരിക്ക് പതിയും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാം. ഡൺ? അപ്പൊ നിങ്ങൾ എഗ്രി ചെയ്തു, അടിച്ചോന്നു. ഇനി കേസ് കൊടുക്കാൻ പറ്റില്ല, എന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ റെക്കോർഡാണ്. ഫൈൻ. അല്ലെങ്കിലും പോലീസ് എന്നെ പിടിക്കാനൊന്നും പറ്റില്ല. ഞാൻ പോലീസായിരുന്നു കുറെ കാലം. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ റോ എന്ന് കേട്ടിട്ടുണ്ടോ? റോയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഞാൻ.
ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രൈം മിനിസ്റ്ററുടെ കൂടെ SPG എന്നൊക്കെ കേട്ടില്ലേ, അവരൊക്കെ നമ്മുടെ താഴെ. അപ്പൊ അതില് നിങ്ങളുടെ കേരളത്തിലുള്ള ഏറ്റവും ഉന്നത പോലീസ് ഓഫീസറുടെ മുകളിൽ പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ ആ ലെവലിൽ വർക്ക് ചെയ്താണ്. അതുകൊണ്ട് അടി എന്ന് പറഞ്ഞാൽ നല്ലോണം അടി. മനസ്സിലായല്ലോ? 950, repeat it internally. 20, പഞ്ച് നമ്പറും റിപ്പീറ്റ് ചെയ്യാം. 388, 8 നമ്പറും റിപ്പീറ്റ് ചെയ്യാം. ഒന്നുകൂടി പറയാം. 950, 20, 388, 75. എന്ത് എളുപ്പം നോക്കൂ, 10 നമ്പർ പഠിക്കാൻ. ഇനി അടുത്തിരിക്കുന്ന ആളൊന്ന് പറഞ്ഞു കൊടുക്കുക, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യും. നിങ്ങളുടെ ധാരണ ഒരു പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് ഒരു ആളുടെ ടെലിഫോൺ നമ്പർ ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ല എന്നായിരുന്നു. ആണോ അല്ലയോ? ഇപ്പൊ പ്രൂവ് ചെയ്തില്ലേ നിങ്ങൾക്ക് പറ്റുന്നു. ഇപ്പൊ എന്തുകൊണ്ടാ പറ്റാത്തത്? ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അത് റിപ്പീറ്റ് ചെയ്യണം, കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ടും സംശയം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ലഞ്ചിന് പോകുമ്പോ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് എന്താവണം? രാവിലെ മുതൽ ഇവിടെ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്ന് ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ 4 ആളോട് നിങ്ങൾ ഷെയർ ചെയ്താൽ ദാറ്റ് മീൻസ് യു ലേൺ ഇറ്റ്. പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്, ഷെയർ ഇറ്റ് ടു സംബഡി എൽസ്. ഓക്കെ, ലെറ്റ് us see. Come back and see. चलो.